ക്ഷമിക്കുക. ആന്തരിക സൗഖ്യത്തിന് വേണ്ടി ദൈവവചനം പറയുന്ന ഔഷധം, ചികിത്സാവിധി ക്ഷമിക്കുക. ഒരു പ്രാവശ്യം എറണാകുളത്ത് വെച്ച സോൾ വിന്നേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്ന സമയം അവിടെ വന്ന ഒരു പെൺകുട്ടി രാത്രിയിൽ ഞെട്ടി കരയുമായിരുന്നു. ആദ്യത്തെ രാത്രിയിൽ ആ പെൺകുട്ടി ഞെട്ടിക്കരഞ്ഞപ്പോൾ അടുത്ത് കിടന്ന പെൺകുട്ടികൾ അത് ശ്രദ്ധിച്ചു. രണ്ടാമത്തെ ദിവസം അതുപോലെ ഞെട്ടിക്കരഞ്ഞു. അവരെ പെൺകുട്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നു. ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചതായ സമയത്ത് ഞാൻ മനസ്സിലാക്കി, ആ പെൺകുട്ടിക്ക് വീട്ടിൽ തൻ്റെ മാതാപിതാക്കളോട് പറയാൻ പറ്റാത്ത ഒരു രഹസ്യം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അത് മറ്റൊന്നുമല്ല, അവരുടെ വീട്ടിൽ അവർ തനിയായിരിക്കുന്ന, കുട്ടി തനിയായിരിക്കുന്ന സമയത്ത് അവരുടെ വീട്ടിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്ന നല്ല സുഹൃത്ത് ബന്ധത്തിലായിരുന്ന ഒരു കുടുംബത്തിലെ ഒരു ആൺകുട്ടി ആ വീട്ടിനകത്ത് കടന്നു വരികയും ആരുമില്ല എന്ന് മനസ്സിലാക്കി ആ കുട്ടിയെ ഉപദ്രവിക്കുവാൻ ഒരുങ്ങുകയും ചെയ്തപ്പോൾ ഭയപ്പെട്ട ആ കുട്ടി വീട് വിട്ട് ഓടി. എന്നാൽ നടന്ന സംഭവത്തെക്കുറിച്ച് പറയുവാൻ, മാതാപിതാക്കളോട് പറയുവാൻ ആ കുട്ടിയെ കൊണ്ട് സാധിച്ചില്ല. അതിനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ആ ദിവസം മുതൽ എല്ലാ രാത്രിയിലും ആ കുട്ടി കരയുവാൻ തുടങ്ങി. ഞെട്ടിക്കരയുന്ന സ്വഭാവം. അവർ ആശുപത്രി കൊണ്ടുപോയി ചികിത്സിപ്പിച്ചു. എങ്കിലും ആ ഞെട്ടലും ആ കരച്ചിലും വിട്ടുമാറാതിരുന്നു. അങ്ങനെയാണ് സോൾ വിന്നേഴ്സിൽ വന്നത്. എന്നാൽ അന്ന് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതായിരിക്കുന്ന ആ വ്യക്തിയിൽ നിന്ന് കർത്താവ് എന്താണെങ്കിലും നിന്നെ രക്ഷിച്ചു. നിനക്കൊന്നും സംഭവിക്കാതെ ദൈവം നിന്നെ സൂക്ഷിച്ചു. അതുകൊണ്ട് നീ ആ വ്യക്തിയോട് ക്ഷമിക്കുക. ഞാൻ ആ കുട്ടിയെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ചു. ഞാൻ ആ വ്യക്തിയെ കൊണ്ട് ക്ഷമിക്കുന്നു. ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു. കർത്താവെ, എനിക്ക് ക്ഷമിക്കുവാൻ, ഇത് മറക്കുവാൻ കൃപ തരണമേ. ആ കുട്ടിയെ അത് ആവർത്തിച്ചു പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാൻ ആ കുട്ടിയെ പ്രാർത്ഥിച്ചു വിട്ടു. അതിനുശേഷം ആ കുട്ടി പിന്നീട് ഞെട്ടി കരയുണ്ടായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ക്ഷമിക്കുമ്പോൾ ആന്തരിക സൗഖ്യം സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്നു. ഒരിക്കൽ ഞാൻ ഓർക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു പുതിയൊരു കുടുംബം ട്രാൻസ്ഫറായി വന്നത് മനസ്സിലായി. ഞാൻ ആ വീട്ടിൽ കടന്നു ചെന്നു. യേശുവിനെ കുറിച്ച് പറഞ്ഞു. ആ പിതാവ് അവിടെ ഉണ്ടായിരുന്നില്ല. ആരംഭ ദിവസത്തിൽ തന്നെ ആ മാതാവ് അവിടെ നിന്ന് പൊട്ടിക്കരയുവാൻ തുടങ്ങി. അദ്ദേഹം മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ താൻ ഏൽക്കേണ്ട അപവാദങ്ങളെക്കുറിച്ച് പറഞ്ഞു. മറ്റൊരു പുരുഷനുമായി കൂട്ടിച്ചേർത്ത് ആളുകൾ പല കഥകൾ പറഞ്ഞതുകൊണ്ട് ഉണ്ടായിട്ടുള്ള മാനസിക വിഷമതകൾ ആ മാതാവ് പറയുകയും ആ കുഞ്ഞുങ്ങളും തൊട്ടടുത്തുണ്ടായിരുന്നെങ്കിൽ കൂടെയും ഒന്നും മറച്ചു വയ്ക്കാതെ ആ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ ഓർത്തു, അധികം പരിചയം പോലും ഇല്ലാതിരിക്കുന്ന തന്നെ ഒരു ദൈവദാസനെന്ന് വിശ്വസിച്ച് എൻ്റെ ഹൃദയത്തിലെ വിഷമങ്ങൾ ഒക്കെ ഈ സ്ത്രീ പറയുകയാണല്ലോ. ഞാൻ ആ മാതാവിനെ ആശ്വസിപ്പിച്ചു. ദൈവവചനത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ക്ഷമിച്ചേ മതിയാകത്തുള്ളൂ. ബുദ്ധിമുട്ടോടുകൂടിയാണെങ്കിലും ക്ഷമിക്കുവാൻ ശ്രമിക്കുവാൻ ആ മാതാവ് ആരംഭിച്ചപ്പോൾ ദൈവം ഒരു വലിയ സൗഖ്യം അവിടെ പകർന്നു. ഞാൻ മനസ്സിലാക്കിയ കുഞ്ഞുങ്ങൾ പഠിത്തത്തിൽ തീർത്തും പുറകിലായിരുന്നു. തോൽക്കുന്ന പതിവുണ്ടായിരുന്നു. ക്ലാസ്സിൽ ജയിക്കുവാൻ പലപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം അവർ ക്ഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവകരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതിന് ശേഷം ദൈവം ആ കുടുംബത്തിൻ്റെ സ്ഥിതിയെ മാറ്റി. ആ കുഞ്ഞുങ്ങൾ പഠിത്തത്തിൽ മിടുക്കരാകുവാൻ തുടങ്ങി. ഇന്നവർ വിവാഹിതരാണ്. ഉന്നത വിദ്യാഭ്യാസമുള്ളവരായി കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്ഷമിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ തലമുറകൾ കൂടെ അനുഗ്രഹിക്കപ്പെടുവാനിടയാവും. കഴിഞ്ഞ വർഷത്തിൽ ഒരു സഹോദരി തൊണ്ടയിൽ ക്യാൻസർ ആണ് എന്ന് ഡോക്ടർമാർ സംശയിച്ചത്. അതോടൊപ്പം നെഞ്ചിൽ വലിയതായ വേദന, കൂടെ ഉണ്ടാകുന്ന വേദന, എന്തോ ഇരിക്കുന്നത് പോലുള്ള വലിയ ബുദ്ധിമുട്ട്. ആ സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ സഹോദരിയോട് ഇങ്ങനെ ചോദിക്കണമെന്നോ ചോദിച്ചു. എൻ്റെ മനസ്സിനകത്ത് തോന്നി, നിനക്ക് ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടോ?
പെട്ടെന്ന് ആ സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തന്നെക്കുറിച്ച് അപഘാതം പറഞ്ഞതായിരിക്കുന്ന ഒരു മനുഷ്യൻ, തന്നെക്കുറിച്ച് ചീത്തയാക്കി മുദ്രകുത്തി സംസാരിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനെക്കുറിച്ച് വല്ലാത്ത പക ഹൃദയത്തിനകത്തുണ്ട്. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നീ ക്ഷമിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് വിടുവിക്കാൻ കഴിയൂ. ആ സഹോദരി ക്ഷമിക്കുവാൻ തയ്യാറായി. ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ക്ഷമ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാൻ ക്ഷമിക്കുന്നു എന്ന് മനഃപൂർവ്വമായി പറയുവാൻ തുടങ്ങി. സ്വർഗത്തിലെ ദൈവം അന്ന് തന്നെ ആ സഹോദരിയെ സൗഖ്യമാക്കി. ഹൃദയത്തിലെ ഭാരം മാറിപ്പോയി. വിദഗ്ധ പരിശോധനയിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ക്ഷമിക്കുമ്പോൾ അവൻ ആന്തരിക സൗഖ്യം തരുന്നു, ക്ഷമിക്കുമ്പോൾ ശാരീരിക സൗഖ്യം തരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എവിടെയെങ്കിലും ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ മനസ്സ് പറയുമായിരിക്കാം, അത് നിന്നെക്കൊണ്ട് ക്ഷമിക്കാൻ സാധ്യമല്ല, അത്ര ക്രൂരമായിട്ടാണ് ആ വ്യക്തി നിന്നോട് ഇടപെട്ടിട്ടുള്ളത്, ആ വ്യക്തി നിന്നെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അതെ നിനക്കത് ക്ഷമിക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാലും വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ക്ഷമിക്കുക. അവരുടെ ഗുണത്തിനല്ല, നമ്മുടെ ഗുണത്തിന്, നമ്മുടെ സൗഖ്യത്തിന്, നമ്മുടെ അനുഗ്രഹത്തിന് ആ വ്യക്തിയോട്, ആ വ്യക്തികളോട്, ആ സമൂഹത്തോട് ക്ഷമിക്കുക. കർത്താവ് അതിന് നമുക്ക് കൃപ തരുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് നോക്കാം. ദൈവവചനം പറയുന്നു, ക്ഷമ ലഭിച്ച എല്ലാവരും, ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിച്ച എല്ലാവരും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ബാധ്യസ്ഥരാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യഭാഗങ്ങളിൽ പത്രോസ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നു, സഹോദരനോട് ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? പത്രോസിനറിയാം ക്ഷമിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ പത്രോസ് ആഗ്രഹിക്കുന്നത് ആ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ടായിരിക്കണം. ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? ദീർഘമായി ക്ഷമിക്കുവാൻ മനുഷ്യന് ബുദ്ധിമുട്ട്. യേശുവിനോട് അത് ചോദിക്കുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, പത്രോസ് ചോദിക്കുന്നു 7 വട്ടം മതിയോ? യേശു പറയുന്നല്ല, 70 വട്ടം ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ക്ഷമയ്ക്ക് അതിരുകൾ ഇടരുതെന്ന് അർത്ഥം. എന്തുകൊണ്ട് ക്ഷമയ്ക്ക് ഇടുവാൻ നാം ആഗ്രഹിക്കുന്നു? ക്ഷമിക്കാതിരിക്കാനുള്ള ഒരു മനോഭാവം, ക്ഷമിക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്ന ഒരു അവസ്ഥ എല്ലാവർക്കും അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അതിനെ മറികടന്ന് ക്ഷമിക്കുവാൻ മനുഷ്യന് ബുദ്ധിമുട്ട്. അതുകൊണ്ട് അതിരിടുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ യേശു പറഞ്ഞു, അതിരുകൾ ഇടുവാൻ പാടില്ല, നീ ക്ഷമിക്കണം, തുടർച്ചയായി തന്നെ ക്ഷമിക്കണം. എന്തിനു വേണ്ടി? നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി. യേശു കർത്താവ് അവിടെ ഒരു ഉപമ പറഞ്ഞു. ഒരു രാജാവിനോട് കടപ്പെട്ടതായിരിക്കുന്ന തൻ്റെ ദാസന്മാർ, അവർക്കവരുടെ കടം വീട്ടുവാൻ നിവൃത്തിയില്ല. ഇതാ ഒരു ദാസൻ യജമാനന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, യജമാനനെ എൻ്റെ കടം വീട്ടുവാൻ എനിക്ക് നിവൃത്തിയില്ല. ആ യജമാനൻ ദയുള്ളവനായിരുന്നു. ആ ദാസനോട് ക്ഷമിച്ചു, അവൻ്റെ കടമെല്ലാം ഇളച്ചു കൊടുത്തു. ആ ദാസൻ മടങ്ങിപ്പോകെ തൻ്റെ ഒരു കൂട്ടുദാസിനെ കണ്ടുമുട്ടുന്നു. അദ്ദേഹം കടപ്പെട്ടവനാണ്, ഇദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം കടമെടുത്തിട്ടുണ്ട്, വായ്പ എടുത്തിട്ടുണ്ട്. എൻ്റെ കടം വീട്ടുക എന്ന് ഇദ്ദേഹം പറയുമ്പോൾ ആ ദാസൻ പറയുന്നു, അയ്യോ എനിക്ക് വീട്ടുവാൻ നിവൃത്തിയില്ല, നീ എനിക്ക് കുറച്ചുകൂടെ കാലാവധി തരണം, എന്നോട് ക്ഷമിക്കണം. എന്നാൽ കുറച്ചുകൂടെ കാലാവധി പോലും കൊടുക്കുവാൻ ആ മനുഷ്യന് മനസ്സില്ലാതെ വളരെ ക്രൂരമായ നിലയിൽ ആ ദാസനോട് ഇടപെട്ടു. ആ ദാസനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു കളഞ്ഞു. അവന്റെ കൂട്ടുദാസന്മാരത് കേട്ടപ്പോൾ യജമാനന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിന്റെ ഇന്നദാസൻ തൻ്റെ കൂട്ടുദാസനോട് ഇപ്രകാരം ചെയ്തിരിക്കുന്നു. യജമാനൻ അത് കേട്ടപ്പോൾ കോപിച്ചു. ആ ദാസനെ വരുത്തിയിട്ട് ചോദിച്ചു, ഞാൻ നിന്നോട് ക്ഷമിച്ചതുപോലെ നീയും നിന്റെ കൂട്ടുദാസനോട് ക്ഷമിക്കേണ്ടതല്ലായിരുന്നുവോ? അവൻ്റെ ആ കടം മുഴുവൻ തീർക്കുവോളം ആ ദാസനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു കളഞ്ഞു എന്ന് വായിക്കുന്നു. എന്നിട്ട് യേശു കർത്താവ് പറയുന്നു, നിങ്ങളും ഹൃദയപൂർവ്വം ക്ഷമിക്കാതിരുന്നാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും നിങ്ങളുടെ പാപങ്ങളെയും നിങ്ങളോടും ക്ഷമിക്കുകയില്ല. എന്താണ് യേശു കർത്താവ് പറയുന്നത്?
ക്ഷമ അനുഭവിച്ചതായിരിക്കുന്ന ദാസൻ ക്ഷമിക്കുവാൻ ബാധ്യസ്ഥനായിരുന്നതുപോലെ എല്ലാ മനുഷ്യരും ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിച്ചിട്ടുള്ള സകലരും, അഥവാ ദൈവത്തിൽ നിന്ന് പാപക്ഷമ ആവശ്യമുള്ള സകലരും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ക്ഷമിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്ന് യേശു കർത്താവ് പറയാണ്. ആർക്ക് പറയാൻ കഴിയും? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, എനിക്ക് ഒരു കുറ്റത്തെക്കുറിച്ചും ഓർമ്മ വരുന്നില്ലെങ്കിലും ഞാൻ അതിനാൽ നീതിമാൻ ആയിരിക്കത്തില്ല. എന്താ അതിൻ്റെ അർത്ഥം? ചിലപ്പോൾ നമുക്ക് തെറ്റല്ല എന്ന് തോന്നുന്ന വിഷയങ്ങൾ പോലും ഒരുപക്ഷെ ദൈവസന്നിധിയിൽ അത് തെറ്റായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ ഇയ്യോബിനെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് ഇയ്യോബിൻ്റെ അടുക്കൽ വന്നു. അവരുടെ വന്നതിൻ്റെ ഉദ്ദേശം ആശ്വസിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇയ്യോബിൻ്റെ ദുഃഖവും ഇയ്യോബിൻ്റെ നെടുവീർപ്പും കണ്ട് മിണ്ടുവാൻ പോലും കരുത്തില്ലാതെ അവർ ഇയ്യോബിന് മുമ്പിൽ കുത്തിയിരുന്നു. അവർ ഇയ്യോബിനോട് കൂടി ദുഃഖിച്ചു. എന്നാൽ ഇയ്യോബ് തൻ്റെ ദുഃഖത്തിൻ്റെ ആധിക്യത്തിൽ, തൻ്റെ ദുഃഖത്തിൻ്റെ ആ പ്രയാസത്തിൽ, വേദനയോടെ താൻ വാ തുറന്ന് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ സ്നേഹിതന്മാർക്ക് ശുണ്ഠിയുണ്ടായി. അവർക്ക് തോന്നി ഇയ്യോബ് ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവത്തെ നീതീകരിച്ചുകൊണ്ടും ഇയ്യോബിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ആ സ്നേഹിതന്മാർ സംസാരിച്ചു. അവർ സംസാരിച്ചതെല്ലാം വായിച്ചു നോക്കിയാട്ട് അവിടെ ആ ഒരിടത്തും ദൈവത്തെ കുറ്റം പറഞ്ഞതായിട്ട് കാണുന്നില്ല. ദൈവത്തെ നീതീകരിച്ചുകൊണ്ടും ഇയ്യോബിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും, നീ ഇതനുഭവിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കുറ്റമല്ല, നിനക്ക് എന്തെങ്കിലും കുറ്റം സംഭവിച്ചിരിക്കാം, അത് നീ ആത്മപരിശോധന നടത്തണം എന്ന നിലയിൽ ഉപദേശമായിട്ട് അവരോട് സംസാരിച്ചു. എന്താ വിശുദ്ധ വേദപുസ്തകം പറയുന്നത്? ആ കഥയുടെ അവസാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം ആ 3 സ്നേഹിതന്മാർക്കും വെളിപ്പെട്ടിട്ട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് കോപം ജ്വലിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ പോകുക. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവൻ്റെ മുഖം അതേ ആദരിച്ച് ഞാൻ നിങ്ങളോട് ക്ഷമിക്കാം എന്ന് പറയുകയാണ്. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇയ്യോബിന്റെ സ്നേഹിതർ ദൈവത്തെ കുറ്റം പറഞ്ഞില്ല, ദൈവത്തെ നീതീകരിച്ചുകൊണ്ട് സംസാരിച്ചു. എന്നാൽ എന്താ സംഭവിച്ചത്? അവർ ദൈവത്തെ നീതീകരിച്ചുകൊണ്ട് സംസാരിച്ചു എങ്കിലും അവർ പരോക്ഷമായി പറഞ്ഞു വെച്ചത്, ദൈവം നിനക്കൊരു ശിക്ഷാവിധിയായി ഇത് കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ സ്വഭാവത്തെ വേണ്ടതുപോലെ ഗ്രഹിക്കാതെ ദൈവത്തിൻ്റെ ഒരു ശിക്ഷാവിധിയായി അതിനെ സ്ഥാപിച്ചവർ സംസാരിച്ചപ്പോൾ അത് ദൈവത്തിന് അനിഷ്ടമായി. ദൈവം അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ശിക്ഷിച്ച ഒരുത്തനെ ശിക്ഷിച്ച് ശിക്ഷ നടത്തി വിനോദിക്കുന്ന ഒരു ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവരുടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയത് കൊണ്ട് അവർ സംസാരിച്ച വാക്കുകൾ തെറ്റിപ്പോയി. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ നാം മറ്റൊരു വ്യക്തിയെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ, അഭിപ്രായം പറയുമ്പോൾ, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ, അഭിപ്രായം പറയുമ്പോഴൊക്കെ സ്വാഭാവികമായും തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഒരു കുറ്റത്തെക്കുറിച്ചും എനിക്ക് ഓർമ്മ വരുന്നില്ലെങ്കിലും ഞാൻ അതിനാൽ നീതിമാനായിരിക്കത്തില്ല. അതുകൊണ്ട് എല്ലാ ദൈവത്തിൻ്റെ മക്കൾക്കും ഓരോ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വയപരിശോധന നടത്തേണ്ടതുണ്ട്. നമ്മുടെ ഇരിപ്പും നമ്മുടെ നടപ്പും അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ദൈവം, നമ്മുടെ വായിലെ ഓരോ വാക്കുകളെയും അതതിൻ്റെ അർത്ഥത്തിൽ ഗ്രഹിക്കുന്ന മനസ്സിലാക്കുന്ന സ്വർഗത്തിലെ ദൈവം, ആ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തെ വിലയിരുത്തി ദൈവത്തിനെ നാം അനുദപിക്കരുതും പ്രാർത്ഥിക്കരുതും ആവശ്യമാണ്. എന്നാൽ അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിതാവേ എൻ്റെ കുറ്റങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ വേദപുസ്തകം പറയുന്നു, നീ നിന്റെ കടക്കാരോട് ക്ഷമിച്ചിട്ടില്ല എങ്കിൽ സ്വർഗസ്ഥനായ ദൈവം നിന്റെ കുറ്റങ്ങളെ നിന്നോടും ക്ഷമിക്കത്തില്ല. അപ്പോൾ ക്ഷമ പ്രാപിക്കുവാനുള്ള അർഹത ക്ഷമിക്കുന്നതിനാൽ അത്ര ലഭിക്കുന്നത്. അതുകൊണ്ട് ക്ഷമ ലഭിക്കുന്നവരെല്ലാം ക്ഷമിക്കുവാൻ കടപ്പെട്ടവരാണ്. വീണ്ടും യേശു കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചതിൽ നാം വായിക്കുകയാണ്. ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറഞ്ഞു, ഞങ്ങളെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കണം. യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന കർത്തു പ്രാർത്ഥന എന്ന് നാം പറയുകയും നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ പല വാചകങ്ങളുണ്ടെങ്കിലും
യേശു കർത്താവ് എടുത്തു പറഞ്ഞൊരു വാചകമുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ആ പ്രാർത്ഥന പറഞ്ഞു തീർത്തതിന് ശേഷം യേശു കർത്താവ് ബാക്കി ഒന്നിനെയും ടച്ച് ചെയ്തില്ല, ഒന്നിനെ സ്പർശിച്ചുകൊണ്ട് സംസാരിച്ചില്ല. എന്നാൽ അതിൻ്റെ താഴത്തെ വാക്യങ്ങളിൽ യേശു കർത്താവ് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ഇങ്ങനെ തന്നെ ഓരോരുത്തരും ഹൃദയപൂർവ്വം ക്ഷമിക്കാതിരുന്നാൽ ദൈവം നിങ്ങളുടെ പാപങ്ങളെയും ക്ഷമിക്കുകയില്ല. വളരെ പ്രധാനമായി യേശു കർത്താവ് എടുത്തതാണ്. എന്താണ് അതിൻ്റെ കാരണം? പ്രാർത്ഥിക്കുന്നതായ വ്യക്തി, ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ക്ഷമ ആവശ്യപ്പെടുന്ന വ്യക്തി, ശുദ്ധീകരണം ആവശ്യപ്പെടുന്ന വ്യക്തി, അവനെപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന ഒരു മനോഭാവത്തോടുകൂടെ ദൈവസ്ഥനിൽ വരുന്നില്ല എങ്കിൽ അവൻ്റെ പ്രാർത്ഥന നിരർത്ഥകമായി തീരും. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മോട് ചോദിക്കാം, ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി ആരോടെങ്കിലും ക്ഷമിക്കുവാൻ ഇനിയും ശേഷിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി തീരുമാനിക്കാം, ആ വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കാം. ആ വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കാം. നമ്മുടെ പാപങ്ങൾ നമ്മളോട് ക്ഷമിക്കുന്നതിന് അത് തടസ്സമായി നിൽക്കാതിരിക്കട്ടെ. ആ വ്യക്തികളോട് ക്ഷമിച്ച ദൈവത്തിന് നമ്മോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം, ആ ക്ഷമ ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അങ്ങനെ ക്ഷമിക്കുമ്പോൾ അത് ശത്രുവിനെതിരെ അതൊരു വലിയൊരായുധമാണ്. യേശു കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാട്ട്, യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ അവൻ ശത്രുവിനുള്ള പോരാട്ടം അവൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലേ തുടങ്ങി. എന്നാൽ ശത്രുവിൻ്റെ മേലുള്ള പോരാട്ടം അവൻ അവസാനിപ്പിച്ചത് ക്രൂശിലാണ്. തിരുവെഴുത്ത് പറയുന്നത് പോലെ ശത്രുവിൻ്റെ തലയെ തകർത്തത് അവൻ ക്രൂശിലാണ്. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി തൻ്റെ രക്തം, തൻ്റെ പരിശുദ്ധമായ രക്തം കൽവറിയിൽ അവൻ ഒരുക്കിക്കൊണ്ട് അവൻ ശത്രുവിൻ്റെ തലയെ തകർത്തു. എന്നാൽ ക്രൂശിക്കപ്പെടുവാൻ കൊണ്ടുപോകുന്ന യേശുവിന് വളരെ നിന്ദകളും പരിഹാസങ്ങളും ഏൽക്കേണ്ടതായിട്ട് വന്നു. ഒരിക്കലും ക്ഷമിക്കാൻ കഴിയത്തില്ലാത്ത നിലയിൽ ആളുകൾ അവനെ നേരെ കാർക്കിച്ചു തുപ്പി, അവൻ്റെ രോമങ്ങൾ പിഴുതെടുത്തു, അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു, അവനെ കോലുകൊണ്ടടിച്ചു, അവനെ പരിഹസിച്ചു, അവനെതിരെ ശാപവാക്കുകൾ ഉച്ചരിച്ചു. അവൻ തളർന്നു വീണിട്ടും ആ ക്രൂശ് എടുത്തുകൊണ്ട് നടക്കുവാൻ ഒരു മനുഷ്യൻ എന്ന നിലയിൽ കരുത്തില്ലാതെ അവൻ തളർന്നു വീണപ്പോഴും ദയയില്ലാതെ അവർ അവൻ്റെ മേൽ ആഞ്ഞടിച്ചു. അവനെ വീണ്ടും അവർ എഴുന്നേൽപ്പിച്ചു. വീണ്ടും ആ ഭാരമുള്ള മനക്കുരിശും എടുത്തുകൊണ്ട് അവൻ നടന്നു. വീണ്ടും അവൻ തളർന്നു വീണു. അവിടെയും ദയയില്ലാതെ അവർ വീണ്ടും അവനെ ആഞ്ഞ് അടിച്ചു. വീണ്ടും പ്രഹരങ്ങൾ ഏറ്റുവാങ്ങി, ശാപവാക്കുകളും കുത്തുവാക്കുകളും ഏറ്റുവാങ്ങി, വേദനയോടെ മനുഷ്യവർഗത്തിന്റെ പാപം വഹിച്ച് ആ ഭാരമേറിയ കുരിശും എടുത്തുകൊണ്ട് അവൻ ഗോൽഗോത്തയിലേക്ക് പോകുമ്പോൾ രണ്ടു വശത്ത് നിന്നാളുകൾ വഴിയുടെ റോഡ് സൈഡുകളിൽ നിന്നുകൊണ്ട് അവനെ കൂട്ടമായി പരിഹസിച്ച് ചിരിക്കുമ്പോൾ, പൊട്ടി ചിരിക്കുമ്പോൾ, അതിന്റെ മധ്യത്തിൽ അവൻ നടന്നു നീങ്ങിയാണ്. ഇത് അവസാനമായി അവൻ ഗോൽഗോത്തയിൽ കൊണ്ടുവന്ന് ആ ക്രൂശ് നിർത്തിയതിനു ശേഷം അതിന്മേൽ യേശുവിനെ കടത്തി. അവൻ്റെ കൈകളിലും അവൻ്റെ കാലുകളിലും അവർ ആണികൾ അടിക്കുന്നു. ഇതാ അപ്പം വാഴ്ത്തിക്കൊടുത്ത കരങ്ങൾ, അനേകർ കണ്ണീരൊപ്പിയ കരങ്ങൾ, അനേക രോഗികളെ തൊട്ട് സൗഖ്യമാക്കിയ കരങ്ങൾ അവർ യാതൊരു ദൈവമില്ലാതെ ആ മരക്കുരിശിനോട് ചേർത്ത് വെച്ച് അടിക്കുന്നു. ദുഃഖിക്കുന്നവർ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീനെന്ന് പറഞ്ഞ് തേടി വന്നതായിരിക്കുന്ന കാലുകളെ ഇതാ അവർ ആ മരക്കുരിശിനോട് ചേർത്ത് വെച്ച് ആഞ്ഞടിക്കുന്നു. ആ വേദനയിൽ അവനായിരിക്കുമ്പോൾ ആ മരക്കുരിശ് അവരെ കുഴിയിലേക്ക് എടുത്ത് ഇട്ടു എന്ന് പറഞ്ഞ് ഇടുന്നു. അവൻ്റെ ശരീരം ഉലയുന്നു. അവൻ്റെ ശരീരത്തിലൂടെ ആ വേദന അവൻ ശക്തമായ നിലയിൽ അനുഭവിക്കുമ്പോഴും അവനിൽ നിന്ന് ഉയർന്നു വന്ന പ്രാർത്ഥനയുടെ സ്വരം, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. യേശു ഒരു നിമിഷം അവൻ ക്രുദ്ധിച്ചിരുന്നുവെങ്കിൽ, അവനിൽ കോപം ജലിച്ചിരുന്നുവെങ്കിൽ,
അവൻ ചെയ്യാത്ത കുറ്റങ്ങൾ അവന്റെ മേൽ ആരോപിച്ച് അവനെ പരിഹസിച്ച് പൊട്ടിച്ചിരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ കോപം ജ്വലിച്ചിരുന്നു എങ്കിൽ എന്തായിരുന്നു സംഭവിക്കുന്നത്? മനുഷ്യരാശിയുടെ രക്ഷ ഒരിക്കലും സാധ്യമാകുമായിരുന്നില്ല. എന്നാൽ ശത്രുവിനെ അവന്റെ ആയുധവർഗം വെപ്പിച്ച് കുരിശിന്മേൽ പരസ്യമായി അവരുടെ മേൽ ജയമെടുത്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ക്ഷമിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന സമയത്തും തന്നെ ക്രൂശിക്കുന്നവർ, തന്നെ പരിഹസിക്കുന്നവർ, തന്നെ നിന്ദിക്കുന്നവർ അതറിയാതെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനഃപൂർവമായി യേശു കർത്താവ് ക്ഷമിക്കുവാൻ തയ്യാറായപ്പോൾ അവിടെ എത്ര പിശാച് തോറ്റുപോയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ യേശു കർത്താവ് നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, ഞാൻ പറയട്ടെ, നിനക്ക് ക്ഷമിക്കുവാൻ വിഷമമുള്ള ആ സ്ഥാനം, നിന്റെ ഓർമ്മകൾ ക്ഷമിക്കാൻ നിന്നെ തടസ്സപ്പെടുത്തുന്ന സമയം, മറ്റൊരു വ്യക്തി പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ ഒരു സ്ക്രീനിൽ എന്ന പോലെ നിന്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുമ്പോൾ ഹൃദയത്തിൽ നിന്ന് കോപം ഇരച്ചു തള്ളുന്നതായിരിക്കുന്ന ആ സമയം, നിനക്ക് ക്ഷമിക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന ആ സമയം, ഞാൻ പറയട്ടെ, അത് ശത്രു നിന്റെ മേൽ ഉയരുവാൻ ശ്രമിക്കുന്ന സമയമാണ്. ശത്രു നിന്നെ അവൻ്റെ കാലിൻ്റെ കീഴിൽ അമർത്തിക്കളയാൻ നോക്കുന്ന സമയമാണ്. എന്നാൽ ആ വ്യക്തിയോട്, ആ വ്യക്തികളോട്, ആ സമൂഹത്തോട് നീ മനഃപൂർവമായി ക്ഷമിക്കുവാൻ തയ്യാറാകുമ്പോൾ യേശു കർത്താവ് പറഞ്ഞതുപോലെ, പിതാവേ, അവർ ചെയ്തത് അവരറിയായ കൊണ്ട് നീ അവരോട് ക്ഷമിക്കണമേ എന്ന് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാൽ തകരുന്നത് ശത്രുവിൻ്റെ പദ്ധതികളാണ്. ഹല്ലേലൂയ. തകരുന്നത് അവൻ്റെ ആയുധങ്ങളാണ്. ക്ഷമിക്കുന്നതായിരിക്കുന്ന നീ അത്രേ ശത്രുവിനെ ജയിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് കാണുവാൻ കഴിയും. നിന്റെ മേലൊരു പുനരുത്ഥാനത്തിൻ്റെ ശക്തി ആവഹിക്കും. നിന്റെ നിന്ദകളും പരിഹാസങ്ങളും മാറി നീ ഒരു ഉയർത്തെഴുന്നേൽപ്പോടുകൂടെ തിരിച്ചു വരും. ദൈവത്തിന് സ്തോത്രം. നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, ക്ലേശിപ്പിച്ചവരുടെ മുമ്പിൽ, വേദനിപ്പിച്ചവരുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തും, നിന്നെ മാനിച്ചുയർത്തും. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. അവിടെ ശത്രുവിനെതിരെയുള്ള ഏറ്റവും ശക്തമായ ആയുധം ക്ഷമിക്കുക, ക്ഷമിക്കുക, ക്ഷമിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ക്ഷമ അതേപോലെ തന്നെ വിശുദ്ധ ജീവിതത്തിൻ്റെ ആണിക്കല്ലാണ്. ക്ഷമിക്കാതെ കൊണ്ടൊരു വിശുദ്ധ ജീവിതം സാധ്യമേ അല്ല, സാധ്യമേ അല്ല, സാധ്യമേ അല്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മളുടെ ശുദ്ധീകരണം തന്നെ. എന്നാൽ ദൈവ ഇഷ്ടമായ ആ ശുദ്ധീകരണം ഏറ്റെടുക്കണമെങ്കിൽ, ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ പൈതലേ, ക്ഷമിച്ചല്ലാതെ അത് സാധ്യമല്ല. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ ഒരു നാളും കാണുകയില്ല. അപ്പോൾ ദൈവം പ്രകാശം ലഭിക്കുന്നതിനോ, ദൈവത്തെ കാണുന്നതിനോ, ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നതിനോ, ദൈവിക ദർശനം എല്ലാ ദിവസവും പ്രാപിക്കുന്നതിനോ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ആ ശുദ്ധീകരണമാവട്ടെ സാധ്യമാകുന്നത് എല്ലാവരോടും സമാധാനം ആചരിക്കുന്നതിനാലാണ്. എന്ന് പറഞ്ഞാൽ, നാം മറ്റുള്ളവരോട് പിണങ്ങുമ്പോൾ, വഴക്കുണ്ടാകുമ്പോൾ, ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ, അത് കുടുംബത്തിലാണെങ്കിലും അയൽവക്കത്താണെങ്കിലും അത് സഭയിലാണെങ്കിലും അത് ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും, നീ മറ്റൊരു വ്യക്തിയോട് പിണങ്ങുമ്പോൾ, മിണ്ടാതാകുമ്പോൾ, സഹകരിക്കാതാകുമ്പോൾ, ആ വ്യക്തി നിന്റെ മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് നിന്റെ ഹൃദയത്തിനകത്തേക്ക് നിറയുന്നത് ആ വ്യക്തിയെക്കുറിച്ചുള്ള വൈരാഗ്യമാണ്, ആ വ്യക്തിയെക്കുറിച്ചുള്ള കോപമാണ്. ആ വ്യക്തിക്ക് എന്തെങ്കിലും നാശം സംഭവിക്കട്ടെ എന്ന തെറ്റായ ചിന്തയായിരിക്കാം, എന്തെങ്കിലും പ്രതികാരം ചെയ്യുവാനുള്ള ഒരു പ്രതികാര ഇച്ഛയായിരിക്കാം ഹൃദയത്തിൽ വളർന്നു വരുന്നത്. എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അത് നമ്മുടെ ഹൃദയത്തെയും ചിന്താമണ്ഡലത്തെയും അശുദ്ധീകരിക്കുന്നു. നമ്മളിൽ നിന്ന് വിശുദ്ധി അടർന്നു പോകുന്നു. വിശുദ്ധി അടർന്നു പോയാൽ എന്താ സംഭവിക്കുന്നത്? ദൈവീയ സാന്നിധ്യം നമ്മളെ വിട്ടകന്നു പോകും. പരിശുദ്ധനായിരിക്കുന്ന ദൈവം, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്ന് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നവൻ, അവൻ്റെ സാന്നിധ്യത്തിന് നമ്മോടൊപ്പം പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് പറയുന്നു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിപ്പീൻ.
അതിന് താഴെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ആർക്കെങ്കിലും വല്ല കയ്പുള്ള വേരും മുളച്ചിട്ട് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തരായി മാറരുത്. എന്ത് സംഭവിച്ചത്? ഏശാവിന് അവൻ അഭക്തനായി മാറി. ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞു. അവൻ പിന്നത്തേതിൽ അനുതാപത്തോടുകൂടി അപേക്ഷിച്ചെങ്കിലും അവനത് പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല. നാം അനുഗ്രഹം പ്രാപിച്ചെടുക്കേണ്ടുന്ന സമയങ്ങളെ നഷ്ടമാക്കിയാൽ ഒരുപക്ഷെ വീണ്ടും അത് ലഭിച്ചില്ല എന്ന് വരാം. അതുകൊണ്ട് എബ്രായ ലേഖനകാരൻ പറയുകയാണ്, അതുകൊണ്ട് കയ്പുള്ള വേര് ഹൃദയത്തിനകത്ത് മുളയ്ക്കുവാൻ അവസരമുണ്ടാകരുത്. അതുകൊണ്ട് എല്ലാവരോടും സമാധാനം ആചരിച്ചുകൊണ്ട് ശുദ്ധീകരണം പ്രാപിക്കണം. അവിടെ ദൈവത്തിന്റെ പൈതലെ, ആരോടെങ്കിലും പണങ്ങിയിരിക്കുന്നെങ്കിൽ അത് നമ്മുടെ വീട്ടിലാകട്ടെ, മാതാപിതാക്കളോടായിരിക്കട്ടെ, അത് ഭാര്യയുടെ മാതാപിതാക്കളാകട്ടെ, അത് ഭർത്താവിന്റെ സഹോദരങ്ങളാകട്ടെ, ഭാര്യയുടെ റിലേഷനിലുള്ളവരാകട്ടെ, അത് അയൽക്കാരാകട്ടെ, ഓഫീസിൽ ജോലി ചെയ്യുന്നവരാകട്ടെ, അതൊരു ക്രിസ്ത്യാനിയാകട്ടെ, അക്രൈസ്തവനാകട്ടെ, ആരുമാകട്ടെ, എവിടെയെങ്കിലും കയ്പുള്ള വേര് മുളച്ച് ആരോടെങ്കിലും ഒരു വിദ്വേഷം, ആരോടെങ്കിലും ഒരു വൈരാഗ്യം, ആരെക്കുറിച്ചെങ്കിലും അങ്ങനെയുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരുന്നെങ്കിൽ വേദപുസ്തകം പറയുന്നു, ആ കയ്പുള്ള വേരിനെ വേരോടെ പിഴുതു കളയണം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുക. ഇന്ന് രാത്രി ഒന്ന് ശോധന ചെയ്യുമോ? ആരോടെങ്കിലും ഉള്ള ബന്ധം ശരപ്പെടുത്തേണ്ടതുണ്ടോ? ആരോടെങ്കിലുമുള്ള വൈരാഗ്യം ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളയേണ്ടതായിട്ടുണ്ടോ? ഇന്ന് രാത്രി ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തുവാനിടയാകട്ടെ. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും വേദപുസ്തകം പറയുന്നു, വിശുദ്ധ ജീവിതം പോലെ തന്നെ നമ്മുടെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയ്ക്കും ക്ഷമയുടെ ആവശ്യമുണ്ട്. ക്ഷമിക്കാത്ത ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന വിശ്വാസത്തിന് ശക്തി ഉണ്ടായിരിക്കത്തില്ല. ക്ഷമിക്കാത്ത ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രാർത്ഥനയ്ക്ക് സ്വർഗം വരെയും അത്യുന്നതിന്റെ സിംഹാസനം വരെയും എത്തുവാൻ സാധ്യതയുണ്ടാവുകയില്ല. എന്താ വിശുദ്ധ വേദപുസ്തകം പറയുന്ന? മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 20 മുതൽ 26 വരെയുള്ളതായിരിക്കുന്ന വാക്യത്തിൽ യേശു കർത്താവ് ഒരത്തിയെ ശപിക്കുന്നു. ആ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ്, കർത്താവേ, നീ ശപിച്ചതായിരിക്കുന്ന അത്തി അത് ഉണങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. വേദപണ്ഡിതന്മാർ പറയുന്നതിൻ്റെ മൂലഭാഷയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വിശ്വാസം ഉള്ളവരായിരിപ്പീൻ. സംശയിക്കാതെ പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. അതിനുശേഷം എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിച്ചത് ലഭിച്ചു എന്നും വിശ്വസിപ്പീൻ. എഴുതിയിരിക്കുക. പ്രാർത്ഥനയും വിശ്വാസവുമായിട്ട് ബന്ധമുണ്ട്. പ്രാർത്ഥനയും കൽപ്പനയുമായിട്ട് ബന്ധമുണ്ട്. ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചെടുക്കുവാൻ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥന ദൈവം ആവശ്യപ്പെടുന്നു. എന്താണ് ആ വിശ്വാസം? ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം എനിക്ക് ലഭിക്കും. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന വിശ്വാസം, ഞാൻ പ്രാർത്ഥിച്ചതായിരിക്കുന്ന വിഷയം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ പറയുന്നു, പ്രാർത്ഥിക്കുന്നതിന് മുമ്പുള്ള വിശ്വാസം, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം എനിക്ക് ലഭിക്കും. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച വിഷയം എനിക്ക് ലഭിച്ചിരിക്കുന്നു. എന്നാൽ യേശു കർത്താവ് പറയുന്നു, കാരണം ആ സംശയമില്ലാതുള്ള ആ ഹൃദയത്തിൽ ഉറപ്പ്, ആ വിശ്വാസം, അത് നിങ്ങൾ എന്തു പ്രാർത്ഥിച്ചോ അതിനെ പ്രാപിച്ചെടുക്കും. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവ് പറയുക, എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിൽക്കുക, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നിൽക്കുക. അപ്പോൾ പറയുക, പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കാതിരുന്നാൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് ക്ഷമിക്കില്ല. അപ്പോൾ എന്താ തിരിഞ്ഞു നോക്കേണ്ടത്? എനിക്ക് വിശ്വാസമുണ്ട്, ദൈവത്തിന് വിശ്വാസമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം എനിക്ക് ലഭിക്കും, എനിക്ക് വിശ്വാസമുണ്ട്. സ്തോത്രം. എന്നാൽ യേശു കർത്താവ് പറയുക, എന്നാൽ നീ വിശ്വാസത്തോടുകൂടെ ആ വിശ്വാസത്തിന്റെ ആധികാരികതയിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാനുള്ള മുഴുവൻ തയ്യാറെടുപ്പോടുകൂടെ നീ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ നിന്റെ ആ വിശ്വാസത്തിന്റെ മുഴുവൻ വീര്യത്തെയും അത് തിന്നുകളയും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നത് വിചാരിക്കുന്നു. സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വേദഭാഗങ്ങൾ എടുത്ത് വായിക്കാതെ പെട്ടെന്ന് പോകുന്നത്.
ആ വിശ്വാസത്തിന്റെ ആ ഉറപ്പിന്റെ മുഴുവൻ വീര്യതയും നഷ്ടപ്പെട്ടു പോകും. അവിടെ യേശു കർത്താവ് പറയുന്നു, ഒന്നേ നിനക്ക് തടസ്സമാകാൻ കഴിവുള്ളൂ, അത് നിന്റെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാത്ത ആ കാര്യം. അത് നിന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി തീരാം. ഇന്ന് രാത്രി അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ പൈതലെ ഞാൻ പറയട്ടെ, എന്താ വിശ്വാസത്തോടെ നമുക്ക് പ്രാപിക്കേണ്ടത്? എന്താ പ്രാർത്ഥനയോടെ പ്രാപിക്കേണ്ടത്? എന്താ ഉപവാസത്തോടെ പ്രാർത്ഥിക്കേണ്ടത്? എന്നാൽ അതിന് തടസ്സമായി എന്തെങ്കിലും, ആരോടെങ്കിലും ക്ഷമിക്കുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് നമുക്ക് ചോദിക്കാം, പരിശുദ്ധാത്മാവാം ദൈവമേ, നീ എനിക്കത് ബോധ്യം തരണമേ. ഞാൻ മറന്നുപോയ ഒരു സംഭവം ഉണ്ടെങ്കിൽ എനിക്ക് ബോധ്യം തരണമേ. അല്ല, എൻ്റെ ഹൃദയത്തിൽ ഇന്നും നൊമ്പരിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ പിതാവേ, ആ വ്യക്തിയോട് ക്ഷമിക്കാൻ അങ്ങയുടെ കൃപ എനിക്ക് തരണമേ. ഹല്ലേലൂയ. നമ്മുടെ കരം നെഞ്ച് ഭാഗത്തൊന്ന് വെച്ചിട്ട് കർത്താവിനോട് പറയാമോ, കർത്താവേ, യേശുവേ, ആരോടെങ്കിലും എന്തെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അത് ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് തരണേ. ഞാൻ എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതെന്നെ നീ ഓർമ്മപ്പെടുത്തണമേ. ആ വ്യക്തിയോട് ക്ഷമിക്കാൻ, ആ വ്യക്തികളോട് ക്ഷമിക്കുവാൻ എനിക്കിന്നും മനസ്സുണ്ട് കർത്താവേ. എനിക്കങ്ങയുടെ കൃപ തരുമാറാകണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കരങ്ങൾ ഉയർത്തി ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്ര. നാം അവരോട് മനഃപൂർവ്വമായി ക്ഷമിക്കുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇനി ഒരു തടസ്സമില്ല. സ്തോത്രം. നാം എന്തു പ്രാർത്ഥിക്കും അത് നമുക്ക് ലഭിക്കും. പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ന് രാത്രി നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ധൈര്യത്തോടെ ചുവടുകൾ എടുത്തുകൊണ്ട് പോകാം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചത് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ആ ഉറപ്പോടുകൂടെ കടന്നു പോകുവാൻ ഇടയാകട്ടെ. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ക്ഷമിക്കാതിരുന്നാൽ അത് അനർത്ഥം വിളിച്ചു വരുത്തുന്നതാണ്. നാം ഉദ്ദേശിക്കുന്നതിൽ അപ്പുറമുള്ള അനർത്ഥങ്ങൾ, ക്ഷമിക്കാത്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിളിച്ചു വരുത്താം. ആരുടെയും ജീവിതത്തിൽ വിളിച്ചു വരുത്താം. ആ ഒരു അനുഭവം കൂടെ ദൈവവചനത്തിൽ നിന്ന് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശമൂവേലിന്റെ പുസ്തകം 2 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. എന്നാൽ അഹീത്തോഫേൽ തൻ്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തൻ്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാര്യം ക്രമപ്പെടുത്തിയ ശേഷം കെട്ടിഞ്ഞാന്ന് മരിച്ചു. അവൻ്റെ അപ്പൻ്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. ആരായിരുന്നു അഹീത്തോഫേൽ? അവൻ കെട്ടിഞ്ഞാന്ന് മരിക്കത്തക്ക നിലയിൽ വഴിയൊരുക്കിയ സംഭവം എന്താണ്? അവൻ അങ്ങനെ ഒരു അന്ത്യം ഉണ്ടാകാൻ കാരണം? ഈ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, അഹീത്തോഫേൽ ദാവീദിന്റെ മന്ത്രിയായിരുന്നു, ദാവീദിന്റെ ആലോചനക്കാരനായിരുന്നു. 16-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം ഒന്ന് നോക്കിയാട്ട് അവിടെ എഴുതിയിരിക്കുന്നു, ആ കാലത്ത് അഹീത്തോഫേൽ പറയുന്ന ആലോചന ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെയായിരുന്നു. ദാവീദിനും അബ്ശാലോമിനും അഹീത്തോഫേലിൻ്റെ ആലോചനയെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അഹീത്തോഫേലിൻ്റെ ആലോചന ദൈവത്തിൻ്റെ ആലോചന പോലെ അത്രേ ദാവീദ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അർത്ഥം അഹീത്തോഫേൽ പറയുന്ന ആലോചന തെറ്റുകയില്ല. ആ ദൈവം പറഞ്ഞാൽ ഒരു കാര്യം തെറ്റില്ലാത്തതുപോലെ അത്ര കണക്ക് കൂട്ടി അരച്ച് കുറുക്കി അത്രേ അഹീത്തോഫേൽ പറയുന്നത്. അവനൊരു നിർദ്ദേശം പറഞ്ഞാൽ, അവനൊരു ആലോചന പറഞ്ഞാൽ അതൊരിക്കലും തെറ്റുവാൻ സാധ്യതയേയില്ല. അത് ദൈവം പറയുന്നത് പോലെ ഇരിക്കും. അത്ര ബുദ്ധിമാനായിരുന്നു, ആലോചനയിൽ വൈഭവമുള്ളവനായിരുന്നു അഹീത്തോഫേൽ. ഈ അഹീത്തോഫേലാണ് ദാവീദിന് മന്ത്രിയായിരുന്നത്. എന്നാൽ ഇടയ്ക്ക് ഈ അഹീത്തോഫേലും ദാവീദും തമ്മിൽ ഒരു ഉരസലുണ്ടായി. ദാവീദിനോട് അഹീത്തോഫേൽ പിണങ്ങി മാറേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതിൻ്റെ 12-ാമത്തെ വാക്യം, 15-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിന്റെ മന്ത്രിയായ അഹീത്തോഫേൽ എന്ന ഗിലോനിനെയും അവന്റെ പട്ടണമായ ഗിലോനിൽ നിന്ന് ആളയച്ചു വരുത്തി. ഈ സംഭവം സംഭവിക്കുന്നതായ സമയത്ത് അഹീത്തോഫേൽ അവന്റെ പട്ടണത്തിലേക്ക് അവൻ മടങ്ങിപ്പോയി. അവൻ ദാവീദുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവൻ വിച്ഛേദിച്ചു കളഞ്ഞു. എന്തായിരുന്നു അതിലുള്ള കാരണം? 2 ശമൂവേൽ 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. ഞാൻ വായിക്കട്ടെ.
ഒരു നാൾ സന്ധ്യയാഹാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നതും മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരി ആയിരുന്നു. 3-ാം വാക്യം, ദാവീദ് ആളയച്ച് ആ സ്ത്രീയെ പറ്റി അന്വേഷിപ്പിച്ചു. അവൾ എലിയാമിൻ്റെ മകളും ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയുമായ ബത്സേബ എന്ന് അറിഞ്ഞു. ആ കഥയുടെ ബാക്കി നമുക്കറിയാം. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് ചെയ്ത ഏറ്റവും വലിയ പാപം, ദൈവത്തിന് അനിഷ്ടമായി തീർന്ന പാപം, ആ ബത്സേബയുമായി അവൻ പാപം ചെയ്യുവാനിടയായി. എന്നാൽ ആരെയാണ് ഈ ബത്സേബ? അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ എലിയാമിൻ്റെ മകളും ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയുമായ ബത്സേബ. ബത്സേബയുടെ പിതാവിൻ്റെ പേര് പറഞ്ഞാട്ട് എലിയാം. ഒന്ന് പറഞ്ഞാട്ട്, എന്താ പേര്? എലിയാം. ആരാണ് ഈ എലിയാം? 2 ശമൂവേൽ 23-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം, മഖാത്തിന്റെ മകനായ അഹസ്ബായിയുടെ മകൻ എലിഫലത്ത്. പിന്നെ എഴുതിയിരിക്കുന്നു, ഗിലോന്യനായ അഹിത്തോഫേലിന്റെ മകൻ എലിയ. ദാവീദിന്റെ സൈന്യത്തിന് നേതൃത്വം വഹിച്ചിരുന്ന വീരന്മാരായ 37 പേരും 37 ക്യാപ്റ്റന്മാരെന്ന് പറയാം. ആ 37 പേരിൽ ഒരാളാണ് എലിയാം. ആ എലിയാമിൻ്റെ പിതാവിൻ്റെ പേര് ഗിലോന്യനായ അഹിത്തോഫേൽ. അപ്പോൾ നിങ്ങൾ മുമ്പ് വായിച്ചതായിരിക്കുന്ന വാക്യങ്ങളുമായി ഒത്തുചേർക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ആരാണ് എലിയാം? അഹിത്തോഫേലിൻ്റെ മകൻ. ആരാണ് ബത്സേബ? എലിയാമിൻ്റെ മകൾ. ആരാണ് ബത്സേബയുടെ ഭർത്താവായിരിക്കുന്ന ഊരിയാവ്? 39-ാമത്തെ വാക്യം നോക്കിക്കേ, 23-ന്റെ തന്നെ 31. ഹിത്യൻ, ഊരിയാവ്, ആകെ 37 പേർ. എലിയാമിനെ പോലെ തന്നെ ദാവീദിന്റെ സൈന്യാധിപതികളിൽ ഒരാളായിരുന്നു ഊരിയാവ്. അതിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്, രാജാവിന്റെ സൈന്യത്തിൽപ്പെട്ട ഹിത്യനായ ഊരിയാവ് അവൻ സൈന്യത്തിൽ ചേർന്നു കഴിഞ്ഞപ്പോൾ അവന്റെ വിശ്വസ്തതയും അവന്റെ അർപ്പണബോധവും അവനിലുണ്ടായിരുന്ന രാജ്യസ്നേഹവും അവനിലുണ്ടായിരിക്കുന്ന നല്ല എല്ലാ ഗുണങ്ങളും അവന്റെ പിതാവായിരിക്കുന്ന അവന്റെ ഭാര്യയുടെ പിതാവായിരിക്കുന്ന എലിയാം മനസ്സിലാക്കിയിട്ടുണ്ട്. അവന്റെ ആ നല്ല ഗുണങ്ങളെക്കുറിച്ച് അഹിത്തോഫേൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെങ്കിൽ അഹിത്തോഫേലിന് ഇത്രയും ദുഃഖമുണ്ടാകാനുള്ള കാരണം അഹിത്തോഫേൽ തന്നെ ഹിത്യനായിരിക്കുന്ന ഊരിയാവിന്റെ വിശ്വസ്തയും ദേശസ്നേഹവും അർപ്പണബോധവും അവന്റെ നല്ല ഗുണങ്ങളെല്ലാം കണ്ട് തൃപ്തനായി ഇഷ്ടപ്പെട്ട തൻ്റെ മകന്റെ മകൾക്ക് വേണ്ടി വിവാഹം ആലോചിച്ചിരിക്കാം. എങ്ങനെയാണെങ്കിലും ഊരിയ ബത്സേബയെ വിവാഹം കഴിച്ചു. അഹിത്തോഫേൽ അതിനകത്ത് സംതൃപ്തനായിരുന്നു. എന്നാൽ ദാവീദ് ചെയ്തതായിരിക്കുന്ന പാപം, തൻ്റെ മകന്റെ മകളെ അവൻ ചതിച്ചു എന്നറിഞ്ഞപ്പോൾ താൻ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്തതായിരിക്കുന്ന തൻ്റെ മകന്റെ മകൾക്ക് ഭർത്താവായിരിക്കേണ്ടതിന് താൻ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്തതായിരിക്കുന്ന ഹിത്യനായിരിക്കുന്ന ഊരിയാവിനെ അവൻ അത് ഫലമായി വാൾ കൊണ്ട് കൊല്ലിച്ചു എന്ന് കേട്ടപ്പോൾ അഹിത്തോഫേലിന് അത് താങ്ങുവാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അത് ഏത് മനുഷ്യന് താങ്ങുവാൻ കഴിയും? ആർക്ക് കുറ്റം ക്ഷമിക്കുവാൻ കഴിയും? ആർക്ക് ദാവീദിനോട് നീ ചെയ്തത് ശരിയെന്ന് പറയുവാൻ കഴിയും? എന്നാൽ രാജാവ് ഭരിക്കുന്നതായ കാലം രാജാക്കന്മാരെ ചോദ്യം ചെയ്യുവാൻ ആർക്കും ആവുകയില്ല. അവരുണ്ടാക്കുന്ന നിയമം പ്രജകളെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥ. പക്ഷേ അവർ പലപ്പോഴും അതനുസരിച്ചില്ലെങ്കിലും ചോദ്യം ചെയ്യുവാൻ ആരുകൾ ഉണ്ടായിരിക്കത്തില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവിടെ ദൈവം തൻ്റെ ദാസനായിരിക്കുന്ന പ്രവാചകനായിരിക്കുന്ന നാഥാൻ മുഖാന്തരം ദാവീദിനോട് ദൈവം സംസാരിച്ചു.
എന്നാൽ ദാവീദിൽ കാണുന്ന ഏറ്റവും നല്ല ഗുണം ഇതാണ്. അവൻ വലിയൊരു തെറ്റിൽ അകപ്പെട്ടു. പിന്നീട് ഒരിക്കലും അതുപോലൊരു തെറ്റിൽ അവൻ അകപ്പെട്ടിട്ടില്ല. എന്നാൽ അവൻ ചെയ്തതായിരിക്കുന്ന തെറ്റ് അവന് മനസ്സിലായി. അവൻ അത് കുറെ നാളത്തേക്ക് മൂടി വെച്ച് കളഞ്ഞു. എങ്കിലും നാഥാൻ അവനോട് സംസാരിക്കുന്ന സമയത്ത് ഒരു രാജാവ് എന്നുള്ള നിലയിൽ അതിനെ ധിക്കരിക്കുവാനും നാഥാനെ പുറത്താക്കി കളയുവാനും അല്ല, നാഥാനെ കൊന്നുകളയാൻ വരെ അധികാരമുണ്ടായിരുന്നെങ്കിലും നാഥാൻ പറഞ്ഞ ദൈവവചനത്തിന് മുമ്പിൽ സമ്പൂർണമായി തന്നെ താഴ്ത്തി. തനിക്ക് മീതെ രാജാവായിരിക്കുന്ന ദൈവമെന്ന രാജാവിൻ്റെ നീതി, ദൈവമെന്ന രാജാവിൻ്റെ വിധിയെ അവൻ അംഗീകരിച്ച് തന്നെ താഴ്ത്തി. അവൻ അവൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചു. 51-ാം സങ്കീർത്തനം നാം വായിക്കുന്നു. അവനിരുന്നു കരഞ്ഞു, അവനിരുന്നു വിലപിച്ചു, അവൻ അനുതപിച്ചു. ക്ഷമിക്കുന്നവനായിരിക്കുന്ന ദൈവം ദാവീദിന്റെ കുറ്റം ക്ഷമിച്ചു കൊടുത്തു. സ്തോത്രം. എൻ്റെ രക്ഷയുടെ സന്തോഷം എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്നവൻ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം അവൻ്റെ പാപത്തിൻ്റെ കുറ്റങ്ങളെ ക്ഷമിച്ചു കൊടുത്തു. എന്തുകൊണ്ട് ദാവീദിന് അങ്ങനെ പ്രാപിക്കുവാൻ കഴിഞ്ഞു? ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ട് ഒരു നീതിന്യായ കോടതിയും ക്ഷമിക്കത്തില്ലാത്ത കുറ്റം, ഒരു മനുഷ്യന്റെ മനസ്സാക്ഷി അംഗീകരിക്കാത്ത എത്രയും വലിയൊരു തെറ്റ് ചെയ്തതായിരിക്കുന്ന ദാവീദിന്റെ കുറ്റത്തെ എന്തുകൊണ്ട് ദൈവം ക്ഷമിച്ചു കൊടുത്തു? ദാവീദിനുണ്ടായിരുന്ന ഒരു വലിയ നല്ല ക്വാളിറ്റി ഇതായിരുന്നു, അവൻ എല്ലാവരോടും ക്ഷമിക്കുവാൻ തയ്യാറായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവനെ കാരണമില്ലാതെ ശൗല് പട്ടിയെപ്പോലെ ഓടിച്ചപ്പോഴും, കാരണമില്ലാതെ അവനെ കൊല്ലുവാൻ നോക്കിയപ്പോഴും, അവനെതിരെ അവന്റെ ജീവനെ നശിപ്പിക്കേണ്ടതിന് അവനെതിരെ സൈന്യത്തെ അണിനിരത്തിയപ്പോഴും ദാവീദിന് ആ മനുഷ്യനോടും ആ സമൂഹത്തോടും ക്ഷമിക്കാൻ കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ശൗലിനെ കൊല്ലുവാൻ തക്കവണ്ണം തക്ക പ്രാഗത്തിൽ കയ്യിൽ കിട്ടിയപ്പോഴും അവന്റെ ഭൃത്യന്മാർ ഇത് യഹോവ തന്നെ നിനക്ക് തന്ന ദിവസമാ, കൊന്നുകളക എന്ന് പറഞ്ഞപ്പോഴും അല്ല, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ മേൽ കൈവെക്കരുതോ എന്ന് പറഞ്ഞ് അവരെ ശാസിച്ചമർത്തി മനഃപൂർവ്വമായി ശൗലിനോട് ക്ഷമിച്ചതായിരിക്കുന്ന ദാവീദ്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ജീവിതത്തിൽ പിന്നെ ഓരോ സമയങ്ങൾ നോക്കുമ്പോഴും അവൻ ഓരോരുത്തരോട് ക്ഷമിക്കുക. അവൻ മക്കളോട് ക്ഷമിക്കുന്നു, അവൻ്റെ സേനാനായകനായ യോബാബിനോട് ക്ഷമിക്കുന്നു, അവൻ എല്ലാവരോടും ക്ഷമിക്കുന്നു. ക്ഷമിക്കുന്ന സ്വഭാവം ശീലമാക്കിയിട്ടുള്ളതായിരിക്കുന്ന ദാവീദ് വലിയൊരു തെറ്റിലകപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ദൈവത്തിന് അവന്റെ കുറ്റങ്ങളെ ക്ഷമിച്ചു കൊടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. സഹോദര സഹോദരി, ഞാൻ പറയട്ടെ, നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് തന്നെയാണ് ക്ഷമ പ്രാപിക്കുവാനുള്ള ആധാരം. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. ഒരിക്കലും ഞാൻ ഓർപ്പിക്കുന്നു, നമ്മുടെ പാപങ്ങൾ കഴുകപ്പെടുന്നത് യേശുവിന്റെ രക്തത്തിനാലാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഒന്നല്ല, രണ്ടല്ല, സകല പാപവും. അത് ചെറുതെന്നോ വലുതെന്നോ തോന്നിയാലും ആർക്കെങ്ങനെ അനുഭവപ്പെട്ടാലും യേശുവിന്റെ രക്തം സകല പാപത്തിന്റെ കറകളെയും കഴുകിക്കളവാൻ, അതൊരിക്കലും ഇനി അവിടെ അവശേഷിക്കാതെ വണ്ണം ശുദ്ധീകരിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിവുണ്ട്. ആ യേശുവിന്റെ രക്തത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ രക്തം നമ്മെ ശുദ്ധീകരിപ്പാനുണ്ട്. ആ രക്തത്തിന്റെ ഉടയവൻ നമ്മളെ ശുദ്ധീകരിപ്പാൻ മനസ്സുള്ളവനാണ്. എന്നാൽ പറയുന്നു, നിങ്ങൾക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നു. എന്നാൽ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നിങ്ങളോട് സകല നീതിയും ക്ഷമിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും അവൻ നീതിമാനുമാണ്. സ്തോത്രം. എപ്പോഴാണ് ശരിയായ നിലയിൽ ആ പാപക്ഷമ കിട്ടുന്നത്? കർത്താവിന്റെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ. എന്നാൽ അങ്ങനെ ദൈവസ്ഥലിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ യേശു തന്റെ രക്തത്താൽ നമ്മളെ കഴുകുവാൻ മുഴുവൻ മനസ്സുള്ളവനായി കടന്നു വരുമ്പോൾ അവൻ ആ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കുവാൻ കഴിയാതെ വണ്ണം നിൽക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു കാര്യം, പാപങ്ങൾ ഏറ്റുപറയുന്ന മനസ്സിനകത്ത് മറ്റാരോടെങ്കിലും ക്ഷമിക്കാൻ കഴിയാത്ത വൈരാഗ്യവും മറ്റുള്ളവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് ആ റെക്കോർഡ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വമായി മറ്റുള്ളവരോട് ക്ഷമിക്കാതിരുന്നാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കത്തില്ല. യേശുവിൻ്റെ രക്തത്തിന് കഴിവുണ്ട്. പിതാവാൻ ദൈവത്തിന് മനസ്സുണ്ട്.
പുത്രനായ യേശുവിന് മനസ്സുണ്ട്, പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് മനസ്സുണ്ട്. എന്നാൽ അവൻ്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകേണ്ടതിന് വരുമ്പോൾ തടയുന്ന ഒന്നേ ഒന്ന്, നാം മറ്റുള്ളവരോട് സൂക്ഷിക്കുന്ന പ്രതികാര ചിന്ത, ക്ഷമിക്കാത്ത ഹൃദയം മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദാവീദിനെ പോലെ നമുക്ക് പറയാമോ, എല്ലാവരോടും ക്ഷമിക്കുവാൻ എനിക്ക് മനസ്സുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നോക്കുക, അഹീത്തോഫെലിനെ സംബന്ധിച്ച് ഇതവന് ക്ഷമിക്കാൻ പറ്റാത്ത സംഭവമാണ്. എൻ്റെ കൊച്ചുമോളെ, എൻ്റെ മകന്റെ മോളെ വഷളാക്കിയ മനുഷ്യൻ, എൻ്റെ മകന്റെ മോടെ ഭർത്താവിനെ കരുതിക്കൂട്ടി യുദ്ധത്തിന്റെ മുൻനിരയിൽ നിർത്തി ചതിച്ചു കൊന്ന ചതിയനായിരിക്കുന്ന ഈ മനുഷ്യൻ, ഇവൻ ദുഷ്ടനാണ്. ഇവൻ രാജാവാണെങ്കിലും ഇവൻ ദുഷ്ടനാണ്. ഇവനോട് ക്ഷമിക്കുവാൻ എനിക്ക് കഴിയത്തില്ല എന്ന് ആ മന്ത്രി പ്രതിവചിച്ചു. അത് രാജാവുമായി മന്ത്രിയുടെ പിണക്കത്തിന് കാര്യമായി. മന്ത്രി റിസൈൻ ചെയ്തു. എനിക്ക് ഇനി ജോലി ചെയ്യുവാൻ സാധ്യമല്ല, എനിക്ക് നിന്റെ ഉപദേഷ്ടാവായിരിക്കാൻ സാധ്യമല്ല. അവൻ പിണങ്ങി അവന്റെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ ഇതാ ദാവീദിനെതിരെ മത്സരിക്കുന്നതായിരിക്കുന്ന അബ്ശാലോം മുന്നോട്ട് വരുന്നു. അബ്ശാലോം മത്സരിക്കുവാൻ ചില കാരണം കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അബ്ശാലോം മത്സരിക്കുവാൻ മുന്നോട്ട് വന്നു. അവൻ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി. അവൻ രാജാവിന്റെ പടിവാതിക്കൽ നിന്ന് രാജാവിനെ കാണുവാൻ വരുന്ന ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ച് സ്നേഹ ചുംബനങ്ങളാൽ വശീകരിച്ച്, അയ്യോ, നിങ്ങളുടെ അപേക്ഷ കേൾക്കുവാൻ രാജാവ് ആരെയും ആക്കി വെച്ചിട്ടില്ലല്ലോ, എന്നെ അതിനുവേണ്ടി ആക്കി വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ ഹൃദയങ്ങളെ അവൻ വശീകരിച്ച് അവൻ ഇസ്രായേലിൽ ഒരു ഭിന്നതയുണ്ടാക്കി. അവൻ അതിലുള്ള കൂട്ടുകെട്ടുകൾ ശക്തിപ്പെടുത്തി. അവൻ തന്നെ രാജാവായി അഭിഷേകം ചെയ്ത് അത് ഡിക്ലെയർ ചെയ്യുവാനുള്ള സമയവും ദിവസങ്ങളും എല്ലാം നിശ്ചയിച്ചു. അതിനുള്ളതെല്ലാം അവൻ ക്രമപ്പെടുത്തിയതിനു ശേഷം അവന്റെ ആലോചനയ്ക്ക് കൂട്ടു നിൽക്കേണ്ടതിനും ഇത് സാധ്യമാക്കി കൊടുക്കേണ്ടതിനും ദാവീദിനോട് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നതായിരിക്കുന്ന അഹീത്തോഫേലിനെ അവൻ കൂട്ടിവരുത്തി. അവൻ അറിയാം, അഹീത്തോഫേൽ ദാവീദിനോട് പ്രതികാരം ചെയ്യുവാൻ കൊതിക്കുന്ന മനുഷ്യനാണ്. അതെ, എനിക്ക് രാജാവാകണമെങ്കിൽ ദാവീദിനെ ആരെങ്കിലും അപായപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് രാജാവിനെ അപായപ്പെടുത്തുവാൻ ഏറ്റവും നല്ല ആലോചന തരുവാൻ കഴിയുന്ന മനുഷ്യൻ ഈ രാജാവിനോട് പ്രതികാരം ചെയ്യുവാൻ ഒരവസരം കാത്തു നിൽക്കുന്നതായിരിക്കുന്ന അഹീത്തോഫേൽ തന്നെ. അതുകൊണ്ട് അഹീത്തോഫേലിനെ കൂട്ടിവരുത്തി അവനുമായി ആലോചന കഴിക്കുകയാണ്. അങ്ങനെ അഹീത്തോഫേൽ അബ്ശാലോമിന്റെ മന്ത്രിയായി, ആലോചനക്കാരനായി അവൻ ഉപദേശം കൊടുക്കുന്നു. അങ്ങനെ രാജാവിനെതിരെ അവർ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി. ഒരു ദിവസത്തിൽ, ഒരു സുപ്രഭാതത്തിൽ അബ്ശാലോം തന്നെ രാജാവായി പ്രഖ്യാപിക്കുന്നു. ഹെബ്രോനിൽ ഒരു വലിയൊരു ബഹളം. എല്ലാവരും പറയുന്നു, അബ്ശാലോം രാജാവേ ജയ ജയ ജയ. ദാവീദിന്റെ കൊട്ടാരത്തിൽ വാർത്തയെത്തുന്നു, ശബ്ദമെത്തുന്നു. ദാവീദിന് മനസ്സിലായി ഇവിടെ നിൽക്കുന്നത് പന്തികേടാണ്. ദാവീദ് അനുയായികളോട്, ഉത്തമ സുഹൃത്തുക്കളോട് പറഞ്ഞു, നാം ഇവിടെ നിന്ന് ഓടിപ്പോകുക. അവർ പ്രാണരക്ഷാർത്ഥം രാജധാനി വിട്ട്, അവർ അധികാരവും സിംഹാസനവും വിട്ട് അവൻ ഓടുകയാണ്. പഴയതുപോലെ അവൻ ഓടുകയാണ്. അവൻ ഓടി ഓടി മല കയറി പോകുന്നതായ സമയത്ത് അവൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പ്രത്യേകിച്ച് ശ്രദ്ധിച്ചേ. നാം വായിച്ചതായിരിക്കുന്ന ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. അതിന്റെ 15-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. അതിന് 30 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ദാവീദ് തലമുടിയും ചെരിപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞുകൊണ്ട് കയറി ചെന്നു. 31-ാം വാക്യം. അബ്ശാലോമിനോടുകൂടിയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീത്തോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ, യഹോവേ, അഹീത്തോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. നോക്കണേ പ്രിയപ്പെട്ടവരെ, ദാവീദിന് ഏറ്റവും ഭയപ്പെടുത്തിയ ഒരു വിഷയം, അബ്ശാലോമിന്റെ കൂട്ടുകെട്ടിൽ ആരുമുണ്ട്? അഹീത്തോഫേലുമുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അഹീത്തോഫേൽ ഒരു ആലോചന പറഞ്ഞു കൊടുത്താൽ അത് തെറ്റാൻ സാധ്യതയില്ല. അവന്റെ ഉള്ളൊന്ന് കത്തി, അവന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൻ ഹൃദയഭാരത്തോട് ദൈവത്തോട് പറഞ്ഞു, യഹോവേ, അഹീത്തോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്നവൻ വിളിച്ചപേക്ഷിച്ചു. എന്താ വേദപുസ്തകം പറയുന്നത്? അങ്ങനെ അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ അർഖ്യനായ കൂശായി എന്ന തന്റെ മൃത്തം, തന്റെ ആത്മസുഹൃത്ത്, തന്നിക്ക് അതുപോലെ അഹീത്തോഫേലിനെ പോലെ ആലോചനക്കാരനായിരുന്നവൻ, അഹീത്തോഫേൽ പിണങ്ങി മാറിയതിനു ശേഷം തന്റെ കൗൺസിലറായിരിക്കുന്ന കൂശായി ഇതാ കരഞ്ഞും കൊണ്ട് കയറി വരുന്നു. കൂശായിയോട് സംസാരിക്കുകയാണ്. കൂശായി, നീ എന്റെ കൂടെ വന്നാൽ നീ എനിക്ക് ഭാരമായിരിക്കും. നീ മടങ്ങി പട്ടണത്തിലേക്ക് പോകുക, അബ്ശാലോമിന്റെ പക്ഷം ചേർന്നുകൊള്ളുക. അങ്ങനെയെങ്കിൽ നിനക്ക് എന്നെ സഹായിക്കാനാവും. ഇതാ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം ഒരു ആലോചന പറഞ്ഞു കൊടുക്കുന്നു.
പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ ആലോചനകൾ, ലോകത്തിൻ്റെ കൂട്ടുകെട്ടുകൾ, ലോകത്തിൻ്റെ ശക്തികൾ നമുക്കെതിരെ വളരെ ശക്തിയുള്ളതായി തീരുമ്പോൾ, അതതിൻ്റെ ഫലം കാണത്തക്ക നിലയിൽ ആയിത്തീരുമ്പോൾ ഓർക്കൊള്ളണമേ, അവരുടെ ആലോചനകളെ നിഷ്ഫലമാക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രം. ഹല്ലേലൂയ. എന്താ ചെയ്യേണ്ടത്? ഹൃദയം നുറുങ്ങി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് ഉദ്ധാരണത്തിൻ്റെ നല്ല ആലോചനകളെ തരുന്ന ദൈവമാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിനക്കെതിരെ കള്ളക്കേസുകൾ ഉണ്ടായാൽ, നിനക്കെതിരെ അപവാദത്തിന് കേസുകൾ ഉണ്ടായാൽ, നിന്റെ പ്രൊമോഷനെ ബാധിക്കത്തക്ക നിലയിൽ, ജോലിയെ ബാധിക്കത്തക്ക നിലയിൽ ഒക്കെ എന്തെങ്കിലും തെറ്റ് കയ്യിലുണ്ടായിട്ടല്ല, തെറ്റ് ചെയ്തിട്ടല്ല, അതെ, കള്ള കേസുകൾ ഉണ്ടാക്കി കുരുക്കുവാൻ നോക്കിയാൽ ഓർത്തുകൊള്ളണം, ഈ ഭാഗം മറന്നു കളയരുത്. നിന്റെ ഹൃദയം നുറുങ്ങി സ്വർഗത്തിലേക്ക് നോക്കിയൊന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവത്തിന് എല്ലാ കൂട്ടുകെട്ടുകളും അതിൻ്റെ ആലോചനകളെയും നിഷ്ഫലമാക്കി കളവാൻ കഴിയും. അവൻ ഇന്നും സ്വർഗത്തിൽ രാജാവായി വസിക്കുന്നു. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. യഹോവേ, അഹീത്തോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ, വ്യർത്ഥമാക്കണമേ അവൻ പ്രാർത്ഥിച്ചു. ഇതാ കൂശായി മടങ്ങി വരുന്നു, അബ്ശാലോമിന്റെ പക്ഷം ചേർന്നുകൊണ്ട് ഇരിക്കുന്നു. അബ്ശാലോം അഹീത്തോഫേലിനെ വിളിച്ചിട്ട് ആലോചന ചോദിക്കുന്നു. അബ്ശാലോം രാജാവായി, ദാവീദ് ജീവനം കൊണ്ട് ഓടി കാട്ടിലേക്ക് ഓടി മറഞ്ഞു. അബ്ശാലോം ചോദിക്കുകയാണ് അഹീത്തോഫേലിനോട്, 17-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുക. അനന്തരം അഹീത്തോഫേൽ അബ്ശാലോമിനോട് പറഞ്ഞത്, ഞാൻ 12,000 പേരെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് ഇന്ന് രാത്രി തന്നെ ദാവീദിനെ പിന്തുടരട്ടെ. ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ച് ഭ്രമിപ്പിക്കും. അപ്പോൾ അവനോട് കൂടെയുള്ള ജനമൊക്കെയും ഓടിപ്പോകും. വീണ്ടും പറയാണ്, ഞാൻ രാജാവിനെ മാത്രം വെട്ടിക്കളയും, പിന്നെ ഞാൻ സകല ജനത്തെയും നിന്റെ അടുക്കലേക്ക് മടക്കി വരുത്തും. നീ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരും മടങ്ങി വരുമ്പോൾ സകല ജനവും സമാധാനത്തോടെ ഇരിക്കും. ഈ വാക്ക് അബ്ശാലോമിനും ഇസ്രായേൽ മൂപ്പന്മാർക്ക് എല്ലാവർക്കും വളരെ ബോധിച്ചു. എന്താണ് അഹീത്തോഫേലിന്റെ ആലോചന? തെറ്റുവാൻ സാധ്യതയില്ലാത്ത ആലോചന. എന്താ പറയുന്നത്? എനിക്ക് വെറും 12,000 പേരെ തന്നാ മതി, ഞാൻ ഈ രാജാവിനെ പിന്തുടരാം. അവർ ക്ഷീണിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അവരെ ചെന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ ആളുകളെല്ലാം ഭ്രമിച്ച് 4 വട്ടം ഓടിപ്പോകും. അപ്പോൾ രാജാവ് ഒറ്റയ്ക്ക് ശേഷിക്കാം. എനിക്ക് പ്രതികാരം ചെയ്യേണ്ടത് ജനത്തോടല്ല, എനിക്ക് പ്രതികാരം ചെയ്യേണ്ടത് ആ ദുഷ്ടനോട്, ആ രാജാവിനോട് മാത്രമാണ്. അതുകൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ രാജാവിനെ മാത്രം വെട്ടിക്കളയും. ആര് വെട്ടിക്കളയും? ഞാൻ വെട്ടിക്കളയും. എന്താ അഹീത്തോഫേൽ നീ അങ്ങനെ പറയുന്നത്? എനിക്ക് രാജാവിനോട് പക തീർക്കണം. എൻ്റെ കൊച്ചുമകളെ വഷളാക്കിയവൻ, എൻ്റെ മോടെ ഭർത്താവിനെ കൊല ചെയ്തവൻ, അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. എനിക്കവനോട് പ്രതികാരം ചെയ്യണം, എനിക്കവനെ വെട്ടിക്കളയണം. എന്തിനാ ഞാൻ അബ്ശാലോമിന്റെ പക്ഷം ചേർന്നിരിക്കുന്നത്? എനിക്ക് ദാവീദിനെ വകവരുത്തണം. അതുകൊണ്ട് അബ്ശാലോമേ, ഒരു 12,000 പേരെ തന്നാട്ട് ഞാൻ പോകാം എന്ന് അഹീത്തോഫേൽ പറയുക. അബ്ശാലോമിന് എല്ലാവർക്കും ആലോചന ഇഷ്ടപ്പെട്ടു. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ അബ്ശാലോമിനൊരു ചിന്ത, അർക്കനായിരിക്കുന്ന കൂശായി കൂടി ഒന്ന് വിളിച്ചു കളയാം, അവന്റെ ആലോചന എന്താണെന്നൊന്ന് കേട്ട് കളയാം. കൂശായിയെ വിളിച്ചു. കൂശായിയെ, അഹീത്തോഫേൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നീ എന്ത് പറയുന്നു? കൂശായി പറയുന്നു, ഈ പ്രാവശ്യം അഹീത്തോഫേൽ പറഞ്ഞ ആലോചന അത്ര നന്നല്ല. എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? 6-ാമത്തെ വാക്യം. ഹൂശായി അബ്ശാലോമിന്റെ അടുക്കൽ വന്നപ്പോൾ അബ്ശാലോം അവനോട്, ഇന്നിന്ന പ്രകാരം അഹീത്തോഫേൽ പറഞ്ഞിരിക്കുന്നു, അവൻ പറഞ്ഞതുപോലെ നാം ചെയ്യുകയോ അല്ലെങ്കിൽ നീ പറക എന്ന് പറഞ്ഞു. ഹൂശായി അബ്ശാലോമിനോട് പറഞ്ഞത് എന്തെന്നാൽ, അഹീത്തോഫേൽ ഈ പ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുവരെ അവൻ പറഞ്ഞ ആലോചന ഒക്കെ നന്നായിരുന്നു, പക്ഷെ ഈ പ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. എന്താ അവൻ പറയുന്ന കാരണം എന്തെന്നറിയാമോ? ഞാൻ വായിക്കുന്നില്ല, പറയുകയാണ്, നിന്റെ അപ്പനൊരു യോദ്ധാവാണ്. പ്രായമുണ്ടെങ്കിൽ യോദ്ധാവാണ്. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിന് പ്രായമുണ്ടായെങ്കിലും ഒരു യോദ്ധാവിന്റെ മനസ്സ് ക്ഷീണിക്കത്തില്ല. അവന്റെ മനസ്സിൽ അവൻ യോദ്ധാവായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തിന്റെ യോദ്ധാക്കന്മാരാ. പ്രായം വന്നാലും മനസ്സ് യൗവനമായിരിക്കണം. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം.
നടക്കാൻ വയ്യെന്ന് ശരീരം പറഞ്ഞാലും മനസ്സത് സമ്മതിക്കരുത്. രോഗിയാണെന്ന് ശരീരം പറഞ്ഞാലും മനസ്സ് സമ്മതിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിമുട്ടാണെന്ന് സാഹചര്യം പറഞ്ഞാലും മനസ്സ് സമ്മതിക്കരുത്. യോദ്ധാവ് വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നവനാണ്. യോദ്ധാവ് ഭയപ്പെട്ട് പിന്മാറുന്നവനല്ല. യോദ്ധാവ് ശത്രു നിരക്ക് എതിരെ ഓടിപ്പയറ്റുന്നവനാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലെ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നീ ഒരു യോദ്ധാവാണ്. പ്രൈസ് ദി ലോർഡ്. ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. അന്ന് കൂശായി പറയുകയാണ്, നിന്റെ അപ്പനൊരു യോദ്ധാവാണ്. അവൻ ഈ സമയത്ത് ആളുകളുടെ കൂടെ ഒന്നും താമസിക്കില്ല. അവൻ ഏതെങ്കിലും ഗുഹയിൽ ഒളിച്ചിരിക്കുകയായിരിക്കാം. അതുകൊണ്ട് ഇപ്പോൾ അവനെ ആക്രമിക്കാൻ ചെന്നാൽ, ഈ 12,000 പേരെ കൊണ്ട് ചെന്നാൽ, അവര് തിരിച്ചിങ്ങോട്ട് ആക്രമിച്ച്, കാട്ടിൽ നല്ല പരിചയമുള്ള അവരിങ്ങോട്ട് തിരിച്ചാക്രമിച്ച് എന്തെങ്കിലും നഷ്ടം ഇവിടെ സംഭവിച്ചാൽ എല്ലാവരും അറിയും അബ്ശാലോമിന് ക്ഷതം സംഭവിച്ചു, തോൽവി സംഭവിച്ചു. അതുകൊണ്ട് നിന്റെ കൂടെ ഇപ്പം കൂടിയിരിക്കുന്ന ആളുകൾ കൂടെ വിട്ടുപോകും. കാരണം രാജാവ് ദാവീദാ, നീ വശീകരിച്ചെടുത്തതാ. പക്ഷെ നിനക്ക് തോൽവി സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂറുമാറും. സ്തോത്രം. കൂറുമാറ്റക്കാരൊക്കെ ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും, ഒരിടത്തും സ്ഥിരമായി നിൽക്കത്തില്ല. സ്തോത്രം. സത്യസന്ധതയുള്ളവനെ ഉറച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അബ്ശാലോമേ, നിന്റെ കൂടെ വന്ന എല്ലാം കൂറുമാറ്റക്കാരാ. സത്യസന്ധതയുള്ളവൻ ദാവീദിന്റെ കൂടെ കാട്ടിലുണ്ട്. അവൻ ജീവൻ വെച്ചും പോരാടും. കൂറുമാറ്റുന്നവൻ, കൂറുമാറി ചാടുന്നവന് ലാഭം കിട്ടാതെ വന്നാൽ, അവൻ ഉദ്ദേശിക്കുന്ന സാധിക്കാതെ വന്നാൽ അവൻ മറുപടം ചാടും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നദ്ധയിൽ ഇന്നലെ നാം ചിന്തിച്ചതുപോലെ യോസെഫിനെ പോലെ സത്യസന്ധരായി നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി സത്യസന്ധതയോടെ നിൽക്കാം. ഈ രാജ്യത്തിന് വേണ്ടി സത്യസന്ധതയോടെ നിൽക്കാം. ഓഫീസുകളിൽ സത്യസന്ധതയോടെ നിൽക്കാം. ലാഭത്തിന് പുറകെ പോകുന്നവരല്ല ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ച് വിശ്വസ്തത തെളിയിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ ആലോചന പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അബ്ശാലോമിനും ബാക്കിയുള്ള സകലർക്കും കൂശായിയുടെ ആലോചന സ്വീകാര്യമായി. അവരെല്ലാവരും കൈയൊടിച്ച് പറഞ്ഞു, അതെ, ശരിയാ ശരിയാ ശരിയാ. എന്താ നീ ശരിയാണെന്ന് പറയാൻ കാരണം ഒരുവൻ അഹിത്തോഫേലിന്റെ ആലോചന വ്യർത്ഥമാക്കാൻ നിശ്ചയിച്ചു. എന്താണ് വേദപുസ്തകം പറയുന്ന ആ ഭാഗം ഒന്നുകൂടെ വായിച്ചിട്ട് അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഞാൻ വായിച്ചു കേൾപ്പാ. അതിന്റെ 14-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം ഞാൻ വായിക്കുക. അബ്ശാലോമിന് അനർത്ഥം വരേണ്ടതിന് അഹിത്തോഫേലിന്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു കാര്യം നിശ്ചയിച്ചാൽ, സ്തോത്രം, അതിനെതിരെ എത്ര ശക്തമായ ആലോചന ഈ ലോകത്ത് നിന്ന് മനുഷ്യൻ പറഞ്ഞാലും നടക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പൊരുതുവാൻ തീരുമാനിച്ചാൽ എന്നെ തളടിയാക്കുവാൻ ലോകത്തിനൊരു ശക്തിക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ പൈതലെ, നിനക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റ് കളഞ്ഞാൽ, ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതാ. സ്തോത്രം. അവൻ്റെ ആലോചന തലമുറയായി നിലനിൽക്കും. അവൻ്റെ ആലോചന ശാശ്വതമാണ്. മനുഷ്യൻ്റെ ആലോചന ശാശ്വതമല്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എല്ലാ ഭാരങ്ങളും ദൈവത്തിന് മുമ്പിൽ ഇറക്കി വെച്ചാട്ട് അവൻ നമുക്ക് വേണ്ടി ഒന്ന് ചെയ്യാൻ തുടങ്ങിയാൽ അതിനെ തടയുവാൻ ആർക്കും സാധ്യമല്ല. വിശ്വാസത്തോടെ കരങ്ങൾ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്ശാലോം പറഞ്ഞു, ഈ പ്രാവശ്യം ഹൂശായി പറഞ്ഞ ആലോചന വളരെ നല്ലത്. എല്ലാവരോടും പറഞ്ഞു, നല്ലത് നല്ലത് നല്ലത്. എന്താ അതിന്റെ സംഭവം ഉണ്ടായത്? അഹിത്തോഫേലിന് വലിയ മനപ്രയാസം. അഹിത്തോഫേലിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവൻ അവിടെ നിന്ന് പെട്ടെന്ന് വെളിയിലിറങ്ങി. അവൻ കഴുതിക്ക് കോപ്പിട്ട് അവൻ വേഗത്തിൽ വീട്ടിലേക്ക് ഓടി. എന്താ അഹിത്തോഫേലെ, നീ വേഗത്തിൽ വീട്ടിൽ പോകുന്നത്? അഹിത്തോഫേലിന് അറിയാം, എൻ്റെ ജീവിതത്തിനകത്ത് ഒരേ ഒരു ആഗ്രഹം ദാവീദിനോട് പകവീട്ടുക എന്നുള്ളതായിരുന്നു, പ്രതികാരം ചെയ്യുക എന്നുള്ളതായിരുന്നു, അവന്റെ കഴുത്തറുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം. എൻ്റെ ഉള്ളിൽ പൊങ്ങുന്നതായിരിക്കുന്ന പകയടക്കുവാൻ അത് മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദാവീദിനെ നശിപ്പിക്കാൻ, കൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം കിട്ടിയതാണ്. ഞാൻ ഏറ്റവും നല്ല ആലോചന പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തെങ്കിൽ മാത്രമേ വിജയമുണ്ടാകത്തുള്ളൂ, എനിക്കറിയാം. പക്ഷേ എൻ്റെ ആലോചന ഏറ്റെടുക്കുവാൻ അബ്ശാലോം തയ്യാറായില്ല. അതിൻ്റെ അർത്ഥം എനിക്ക് ദാവീദിനോട് പ്രതികാരം ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടു. അവൻ കുണ്ഠിതനായി. അവനോട് തന്നെ കോപമുണ്ടായി. അവന് സകലത്തോടും കോപമുണ്ടായി. അവൻ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം, അവൻ വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിന് ശേഷം വേദപുസ്തകം പറയുന്നു, അവൻ കെട്ടിഞ്ഞാന്ന് മരിച്ചു.
ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, പക ഹൃദയത്തിൽ വളരുന്നത് അപകടകരമാണ്. പക ഹൃദയത്തിൽ വളർന്നാൽ, മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു, വൈരാഗ്യം ഹൃദയത്തിൽ വളർന്നാൽ അത് മറ്റൊരു നേരെ അതിരുവിട്ടൊഴിയാൽ അതൊരു കൊലപാതകത്തിൽ കലാശിക്കാം. അത് തന്നോട് തന്നെ, ആ വൈരാഗ്യം തന്നിലേക്ക് തന്നെ അത് ഒഴുകിയാൽ അത് ആത്മഹത്യയിൽ കലാശിക്കാം. അത്രത്തോളം കാര്യങ്ങൾ വന്നില്ലെങ്കിലും പക ഹൃദയത്തിൽ പുകഞ്ഞുകൊണ്ടിരുന്നാൽ നിന്റെ ശരീരത്തിൽ അത് രോഗമായി തീരാം. ഡോക്ടർമാരോട് ചോദിച്ചാൽ അറിയാം, പല രോഗങ്ങൾക്കും കാരണം ക്ഷമിക്കാത്ത മനസ്സാണ്. ഹൃദയത്തിൽ അടിഞ്ഞുകൂടുന്ന പക, ആ പ്രതികാര ചിന്ത, ആ വൈരാഗ്യം മറ്റ് പല രോഗങ്ങളായി ശരീരത്തിൽ അനുഭവിക്കേണ്ടി. പക വന്നാൽ ഹൃദയം അശുദ്ധമായി തീരും. ആ പക വന്നു കഴിഞ്ഞെന്നാൽ നിങ്ങളോട് തന്നെ എങ്ങനെ പെരുമാറണമെന്ന്, വീട്ടിലെങ്ങനെ പെരുമാറണമെന്ന്, കുട്ടികളോടെങ്ങനെ പെരുമാറണമെന്ന്, ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന്, ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന്, എല്ലായിടത്തും നിന്റെ സന്തുലന അവസ്ഥ നഷ്ടപ്പെട്ടു പോകും. പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ അവസരം കിട്ടാതെ വന്നാൽ, അതിങ്ങനെ മനസ്സിനകത്ത് തിങ്ങിക്കൊണ്ടിരുന്നാൽ അത് ജീവിതത്തിന്റെ സന്തുലന അവസ്ഥ മുഴുവൻ അത് തകർത്ത് കളയും. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നത് ശ്രദ്ധിക്കുക, ക്ഷമിക്കുക. നിന്റെ ആരോഗ്യത്തിന് വേണ്ടി ക്ഷമിക്കുക, നിന്റെ സൗഖ്യത്തിന് വേണ്ടി ക്ഷമിക്കുക, നിനക്ക് തന്നെ ഒരു വിപത്ത് വിളിച്ചു വരുത്താതിരിക്കുവാൻ ക്ഷമിക്കുക, നിന്റെ കുടുംബത്തിനൊരു അനർത്ഥം വരാതിരിക്കുവാൻ ക്ഷമിക്കുക, നിന്റെ ശരീരത്തിൽ നീ രോഗിയാകാതിരിക്കുവാൻ ക്ഷമിക്കുക, നിനക്ക് മറ്റുള്ളവരോടുമായിട്ടുള്ള ബന്ധങ്ങൾ ശിഥിലമാകാതിരിക്കുവാൻ, നിന്റെ ബാലൻസ് തെറ്റാതിരിപ്പാൻ, ആ സന്തുലന അവസ്ഥ നഷ്ടപ്പെട്ട് നിന്റെ സ്വഭാവത്തിൽ തന്നെ ഒരു വയലന്റായി തീരാതിരിക്കുവാൻ ക്ഷമിക്കുക. എന്തെങ്കിലും കടുങ്കയും മറ്റൊരു വ്യക്തിയോട് പ്രവർത്തിച്ച് നീ പാപിയാകാതിരിക്കുവാൻ ക്ഷമിക്കുക. അത് ശരീരത്തിലും മനസ്സിലും സൗഖ്യമുണ്ടാകുവാൻ, തലമുറകൾ ശാപഗ്രസ്തരാകാതെ അനുഗ്രഹിക്കപ്പെടുവാൻ, ഉയർച്ചയും സമാധാനവും പ്രാപിച്ച് ജീവിതത്തിൽ ഉയരുവാൻ വേദപുസ്തകം പറയുന്നു, ക്ഷമിക്കുക, ക്ഷമിക്കുക. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിൽ നമ്മളോട് ചോദിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമുഖത്തേക്ക് നോക്കുക. സ്തോത്രം. ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. ജീവിതത്തിന്റെ ഉള്ളത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. നമ്മുടെ ബന്ധങ്ങളിലേക്കൊന്ന് നോക്കുക. വീട്ടിലെ മാതാപിതാക്കൾ, ഭർത്താവ്, ഭാര്യ, സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ അയൽവക്കക്കാർ, നമ്മുടെ ഓഫീസ്, നമ്മുടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ സഭാവിശ്വാസികൾ, സഭയുടെ നേതൃത്വത്തിലിരിക്കുന്നവർ, അതിൽ നാം ബന്ധപ്പെടുന്ന എല്ലാവരോടും ചിന്തിച്ചു നോക്കൂ. എവിടെയെങ്കിലും നമ്മുടെ ബന്ധങ്ങൾ അറ്റിരിക്കുന്നെങ്കിൽ, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ, ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്നെങ്കിൽ, ആരെക്കുറിച്ചുള്ള വൈരാഗ്യം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നെങ്കിൽ, ആരെക്കുറിച്ചെങ്കിലും പക ഹൃദയത്തിനകത്ത് സൂക്ഷിക്കുന്നെങ്കിൽ, ക്ഷമിക്കാൻ കഴിയാത്തൊരു മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവസ്ഥാനത്തിൽ താഴ്ത്തിക്കൊണ്ട് പറയുക, യേശു ചെയ്തതുപോലെ ഞാൻ ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആര് ദൈവത്തിന്റെ വചനത്തിന് മുമ്പാൽ തന്നെ താഴ്ത്തിക്കൊണ്ട് പറയും, യേശുവേ, ക്ഷമിക്കുവാൻ ഞാൻ തയ്യാറാകുകയാണ്. നീ ക്ഷമിച്ചതുപോലെ പിതാവേ, ഇവർ ചെയ്തത് ഇന്നറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് നീ അപേക്ഷിച്ചതുപോലെ ഞാൻ ക്ഷമിക്കുവാൻ തയ്യാറാകുന്നു. ഒരുപക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കാം, ക്ഷമിക്കുന്നതിന് എന്ത് ചെയ്യണം? അത് എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് ആ വ്യക്തി ചെയ്തത്, ആ വ്യക്തി പറഞ്ഞത് എനിക്ക് മറക്കുവാൻ കഴിയുന്നില്ല. ഞാൻ എങ്ങനെ ക്ഷമിക്കും? അത്ര വലിയ ദോഷമാണ് ചെയ്തത്. വേദപുസ്തകം പറയുന്നത് ശ്രദ്ധിക്കാൻ പ്രിയപ്പെട്ടവരെ, ദാവീദ് ചെയ്ത അത്രയും വലിയ ദോഷം അഹീത്തോഫേൽ ക്ഷമിക്കുവാൻ ദൈവം പ്രതീക്ഷിച്ചു. ക്ഷമിക്കാതിരുന്നത് കൊണ്ട് അത് അഹീത്തോഫേലിന് ദോഷമായി തീരുന്നു. മറ്റൊരാൾ ചെയ്ത ദോഷം എത്ര വലുതാണെങ്കിലും കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു, ക്ഷമിക്കുക, ക്ഷമിക്കുക. ഞാൻ ചെയ്തതുപോലെ ക്ഷമിക്കുക, ഞാൻ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക. ഹല്ലേലൂയ. ക്ഷമിക്കുവാൻ എങ്ങനെ മനസ്സിനെ ഒരുക്കുവാനായിട്ട് കഴിയും?
ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കുക, മറ്റുള്ളവർ ചെയ്തത് അവർ അറിയാതെ ചെയ്തതാണ്. അവർ പറഞ്ഞത് അറിയാതെ പറഞ്ഞതാണ്. ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിയെ സമ്മതിച്ചെന്ന് വരില്ല. അവരത് അറിയാതെ പറഞ്ഞുവെന്നോ അറിയാതെ ചെയ്തുവെന്നോ ഒരിക്കലുമല്ല എന്ന് പറയുമായിരിക്കാം. പക്ഷേ മനസ്സിലാക്കുക, അവർക്ക് പിന്നിൽ വ്യാപരിച്ച മറ്റൊരു അദൃശ്യ ശക്തി ഉണ്ടായിരുന്നു. എന്റെയും നിങ്ങളുടെയും ശത്രുവായിരിക്കുന്ന പിശാച്, അവരുടെ ബുദ്ധിയെ കലക്കിയ പിശാച്, അവരുടെ ചിന്തകളെ നമുക്കെതിരെ തിരിച്ചുവിട്ട പിശാച്, വാസ്തവത്തിൽ ഒളിഞ്ഞു നിന്ന് പോരാടുന്നത് പിശാചാണ്. ആ വ്യക്തിയല്ല നമ്മുടെ ശത്രു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഏതെങ്കിലും ഒരു കുട്ടി, ഒരു 2 വയസ്സുള്ള കുട്ടി അല്ലെ 3 വയസ്സുള്ള ഒരു കുട്ടി നിങ്ങളെ മണൽ വാരി എറിയുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ കുട്ടിയുടെ പിറകിൽ ഒരു വലിയ മനുഷ്യൻ നിൽക്കുന്നു. ആ മനുഷ്യൻ ആ കുട്ടിയെ ഉത്സാഹിപ്പിക്കുകയാണ്. എറിയുക എറിയുക എന്ന് പറഞ്ഞ് ഉത്സാഹിപ്പിക്കുന്നു. അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ആ കുട്ടിയോടാണോ ദേഷ്യപ്പെടുക, അതോ ആ കുട്ടിയുടെ പിമ്പിൽ നിന്ന് ആ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ച പ്രായപൂർത്തിയിലെത്തിയ മനുഷ്യനോടാണോ നിങ്ങൾ ദേഷ്യപ്പെടുക? സ്തോത്രം. ഇതേപോലെ പിശാചിന്റെ കയ്യിൽ പലരും കളിപ്പാട്ടങ്ങളാകുകയാണ്. അവരുടെ ശ്രദ്ധ പിശാച് നിയന്ത്രിച്ച് നമുക്കെതിരെ തിരിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണ്. എന്നാൽ നമുക്കെതിരെ അവരെ തിരിച്ചത് പിശാചാണ്. നമ്മുടെ അയൽവക്കക്കാർ അവരല്ല നമ്മുടെ ശത്രുക്കളായത്, അവരെ നമ്മുടെ ശത്രുക്കളായത് പിശാചാണ്. നമ്മുടെ ഓഫീസറല്ല, കൂട്ടുപ്രവർത്തകനല്ല നമ്മുടെ ശത്രു. അവരെ ആ നിലയിൽ നമുക്കെതിരെ തിരിച്ചുവിട്ടത് പിശാചാണ്. അതുകൊണ്ട് അവർക്ക് പിമ്പിൽ വ്യാപരിക്കുന്ന പിശാചിന്റെ ശക്തിയോടത്രേ നമുക്ക് പോരാട്ടമുള്ളത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നാം മനസ്സിലാക്കുക, എനിക്കെതിരെ പറഞ്ഞു വരുത്തിയ ആള്, അപവാദം പറഞ്ഞ ആള്, കള്ളക്കണക്കുണ്ടാക്കിയ ആള്, എന്റെ വസ്തു കവർന്നെടുത്തിയ ആള്, എന്റെ അതിരു മാന്തിയ ആള്, എന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ച ആള്, എന്റെ കുഞ്ഞിന് അഡ്മിഷന് തടസ്സം നിന്നയാള്, എന്റെ പ്രൊമോഷന് തടസ്സം നിന്നയാള്, എന്റെ കുഞ്ഞിന്റെ പഠിത്തത്തെ അതേ ബുദ്ധിമുട്ടിച്ചയാള്, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് അപവാദം പറഞ്ഞവൻ, അവരുടെ വിവാഹത്തിന് തടസ്സം നിന്നവർ, അതേ ഇവരാരും എന്നെ ദ്രോഹിച്ചവർ, ഇവരാരുമല്ല എന്റെ ശത്രുക്കൾ. എന്റെ ശത്രു പിശാചാണ്. അതുകൊണ്ട് പിതാവേ, അവരറിയാതെ ചെയ്തതിനെ നീ അവരോട് ക്ഷമിക്കണമേ എന്ന് രാത്രി നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ. അത് ക്ഷമിക്കുക എന്നുള്ളത് മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, അതെന്റെയും നിങ്ങളുടെയും നന്മയ്ക്കാണ്, എന്റെയും നിങ്ങളുടെ സൗഖ്യത്തിനാണ്. അതുകൊണ്ട് ക്ഷമിക്കുക എന്നുള്ള ദൈവ ഇഷ്ടത്തിനായി നമ്മൾ താഴ്മയോടെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി എത്ര പറയും. അതേ സഹോദര, ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, എനിക്ക് ക്ഷമിക്കാനുണ്ട്, എനിക്ക് ക്ഷമിക്കാനുണ്ട്. ഞാൻ ക്ഷമിക്കാൻ തയ്യാറാ. ഞാൻ ഇന്ന് രാത്രി എന്നെ തന്നെ ദൈവത്തിനെ താഴ്ത്തുന്നു. ആര് ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തുവാൻ തയ്യാറാകും? നിങ്ങൾക്ക് ദൈവേതോ എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ നമുക്ക് ഒരുമിച്ചിപ്പോൾ ക്ഷമ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരങ്ങളോട്, ആ വ്യക്തിയോട്, ആ കൂട്ടത്തോട്, ആ വ്യക്തികളോട്, ആ കുടുംബത്തോട്, അതെ ആരാ നിങ്ങളെ ദ്രോഹിച്ചത്, ആ വ്യക്തിയോട് ക്ഷമ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ കരങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മലർത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാണ്. അപ്പാ, എന്നോട് കരുണ കാണിക്കണം, ക്ഷമിക്കുവാനുള്ള ദൈവകൃപ തരുമാറാകണമേ, ക്ഷമിക്കുവാനുള്ള ദൈവകൃപ തരുമാറാകണമേ, ക്ഷമിക്കുവാനുള്ള ദൈവകൃപ തരുമാറാകണമേ. ആര് പറയും, അപ്പാ എനിക്ക് ക്ഷമിക്കുവാനുള്ള കൃപ വേണം, എൻ്റെ സഹപ്രവർത്തകരോട് ക്ഷമിക്കുവാൻ എനിക്ക് കൃപ വേണം, എൻ്റെ കൂട്ടാളിയോട് ക്ഷമിക്കുവാൻ എനിക്ക് കൃപ വേണം. ഹല്ലേലൂയ. ഭർത്താവിന്റെ തെറ്റുകൾ ഇന്നും ഒരു റെക്കോർഡായി നിങ്ങളുടെ മനസ്സിനകത്ത് ശേഷിക്കുന്നുണ്ടോ? ഭാര്യയുടെ ഏതെങ്കിലും നിരുത്തരവാദമായ പ്രവൃത്തി ഭർത്താവെ നിന്റെ ഹൃദയത്തിനകത്ത് ഇന്നും ഒരു റെക്കോർഡായി ശേഷിക്കുന്നുണ്ടോ? മക്കളെ, മാതാപിതാക്കളെ കുറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു റെക്കോർഡായി സൂക്ഷിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ക്ഷമിക്കുക, ക്ഷമിക്കുക. എല്ലാ കണ്ണുകളും അടയ്ക്കുക, 2 കരങ്ങളെയും ദൈവത്തിനെ മലർത്തിക്കൊണ്ട് ദൈവത്തോട് പറയാ, അപ്പാ യേശുവിന്റെ രക്തം മുഖാന്തരമായി എന്നെ നീ ശുദ്ധീകരിക്കണമേ, യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. അപ്പാ, ഞാൻ ക്ഷമിക്കുവാൻ തയ്യാറാകുന്നു. ക്ഷമിക്കുവാനുള്ള വ്യക്തി ആരാണ്? നിങ്ങൾ പറഞ്ഞാട്ട്, കർത്താവേ ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു. പറയുക, വായ തുറന്ന് പറയുക, അപ്പാ ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു.
ക്ഷമിക്കുന്നു കർത്താവേ. അവരെന്തും ചെയ്തിരിക്കട്ടെ, എത്രയും നിങ്ങളെ വേദനിപ്പിച്ചിരിക്കട്ടെ, നിങ്ങൾ വളരെ ദുഃഖിച്ചിരിക്കുക. നിങ്ങളുടെ ദുഃഖം സ്വർഗത്തിനറിയാം, നിങ്ങളുടെ വേദന സ്വർഗത്തിനറിയാം. എങ്കിലും സ്വർഗം പറയുന്നു ക്ഷമിക്കുക. യേശു ഇന്ന് രാത്രി പറയുന്നു, എൻ്റെ പൈതലേ, ഞാൻ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കുക. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടല്ല ഞാൻ അധികാരം അനുഭവിച്ചത്. ഞാനൊരു കുറ്റവും ചെയ്തിട്ടല്ല ഞാൻ ദൂഷണവിധികൾ കേട്ടത്. ഞാനൊരു കുറ്റവും ചെയ്തിട്ടല്ല ആളുകൾ എന്നെ പരിഹസിച്ചത്. ഞാനൊരു കുറ്റവും ചെയ്തിട്ടല്ല എൻ്റെ തലയിന്മേൽ മുൾക്കിരീടം വെച്ചത്. ഞാനൊരു കുറ്റവും ചെയ്തിട്ടല്ല അവരെന്റെ മേൽ കാൽക്കിച്ചു തുപ്പിയത്. ഞാനൊരു കുറ്റവും ചെയ്തിട്ടല്ല അവരെന്റെ മുഖത്തുനിന്ന് രോമം പിഴുതെടുത്തത്. ഞാനൊരു കുറ്റവും ചെയ്തിട്ടല്ല അവർ കോലുകൊണ്ട് ആഞ്ഞടിച്ച് എന്നെ പരിഹസിച്ചത്. എൻ്റെ പൈതലേ, ഞാൻ നിന്റെ പാപം വഹിച്ചുകൊണ്ട്, ഞാൻ ചെയ്യാത്ത തെറ്റിന്, നീ ചെയ്തതായ തെറ്റിന് ഞാൻ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട്, എന്നെ ഉപദ്രവിച്ചവരോട് ഞാൻ ക്ഷമിച്ചെങ്കിൽ, എന്നെ തല്ലിയവരോട് ഞാൻ ക്ഷമിച്ചെങ്കിൽ, എനിക്കെതിരെ കാർക്കിച്ചു തുപ്പിതായിരിക്കുന്ന മനുഷ്യരോട് ഞാൻ ക്ഷമിച്ചെങ്കിൽ, എൻ്റെ പൈതലേ, ഞാൻ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കുക. എല്ലാവരും വായ തുറന്ന് പറഞ്ഞു, അപ്പാ ഞാൻ ക്ഷമിക്കുന്നു, യേശുവേ ഞാൻ ക്ഷമിക്കുന്നു. ആ വ്യക്തിയുടെ പേരെടുത്തൊന്ന് പറയാമോ? കർത്താവേ, ഞാൻ ഇന്ന വ്യക്തിയോട് ക്ഷമിക്കുന്നു എന്ന് 10 പ്രാവശ്യം പറയാമോ? കർത്താവേ, ഞാൻ ഇന്ന വ്യക്തിയോട് ക്ഷമിക്കുന്നു, ഇന്ന വ്യക്തിയോട് ക്ഷമിക്കുന്നു. ഒരു 10 വട്ടം പറഞ്ഞേ. ഹല്ലേലൂയ. അതിനുശേഷം ഓർമ്മയിൽ വരുന്ന അടുത്ത വ്യക്തിയെ കുറിച്ച് ഓർത്തുകൊണ്ട് പറഞ്ഞേ, അപ്പാ ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു, അപ്പാ ഞാൻ ക്ഷമിക്കുന്നു. യേശുവേ, നിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാൽ ഞാൻ ക്ഷമിക്കുന്നു, ക്ഷമിക്കുന്നു, ക്ഷമിക്കുന്നു. പലവട്ടം പറഞ്ഞാട്ട് ക്ഷമ റിലീസ് ചെയ്താട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ശക്തി തരും. ക്ഷമ റിലീസ് ചെയ്തോട് പറഞ്ഞാട്ട്, അപ്പാ ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു, ക്ഷമിക്കുന്നപ്പാ, ഞാൻ ക്ഷമിക്കുന്നപ്പാ, ഞാൻ ക്ഷമിക്കുന്നപ്പാ, ഞാൻ ക്ഷമിക്കുന്നപ്പാ, ഞാൻ ക്ഷമിക്കുന്നു, ഞാൻ ക്ഷമിക്കുന്നു കർത്താവേ. ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു കർത്താവേ, 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 ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു കർത്താവേ. ആരും മൗനമായിരിക്കരുത്. വായ്കൊണ്ടത് പറയുക തന്നെ ചെയ്യണം. പറഞ്ഞെങ്കിൽ മാത്രമേ ക്ഷമ റിലീസ് ആകത്തുള്ളൂ. മനസ്സിൽ ചിന്തിച്ചാൽ പോരാ, ഞാൻ ക്ഷമിക്കാമെന്ന് ഓർത്താൽ പോരാ. അത് ഓർത്താൽ നടക്കത്തില്ല പ്രിയപ്പെട്ടവരെ. തീരുമാനിക്കുക, അത് വായ്കൊണ്ട് പറയുക, വാഗൊണ്ട് പറയുമ്പോൾ അത്രേ പിശാചിന്റെ ശക്തികള്, അതേ ബന്ധനങ്ങൾ തകർന്നു പോകുന്നത്. രക്ഷിക്കപ്പെടുവാൻ നാം ചെയ്യേണ്ടത് യേശു നമ്മുടെ രക്താവാണെന്ന് വായ്കൊണ്ട് ഏറ്റു പറയുകയാണ്. അതേ അപ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. അതേപോലെ വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നത് വായ്കൊണ്ട് ഏറ്റു പറയുമ്പോഴാണ്. ഞാൻ ക്ഷമിക്കുന്നു എന്ന് വായ്കൊണ്ട് ഏറ്റു പറയുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന വ്യക്തിയോട് ക്ഷമിക്കുന്നു എന്ന് വായ്കൊണ്ട് ഏറ്റു പറയുക. ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പറയുക, കർത്താവേ ഞാൻ ഇന്ന വ്യക്തിയോട് ക്ഷമിക്കുന്നു. ഒരു 10 വട്ടം ആ വ്യക്തിയോട് ക്ഷമ ഏറ്റു പറയുക. അതിനുശേഷം 2ാമത്തെ വ്യക്തിയോട് പറയുക. അതിനുശേഷം 3ാമത്തെ വ്യക്തിക്ക് വേണ്ടി പറയുക. നിങ്ങളുടെ മനസ്സിനകത്ത് ഓർമ്മ വരുന്ന വ്യക്തികളെ കുറിച്ചൊക്കെ ഓർത്തുകൊണ്ട് പറയുക, യേശുവേ ഞാൻ ക്ഷമിക്കുന്നപ്പാ, ഞാൻ ക്ഷമിക്കുന്നു കർത്താവേ, ഞാൻ ക്ഷമിക്കുന്നു. സ്വർഗീയ പിതാവേ, നിന്റെ കുഞ്ഞുങ്ങൾ ക്ഷമിക്കുവാൻ തക്കവണ്ണം അവരുടെ വായ തുറന്നുകൊണ്ട് ക്ഷമ റിലീസ് ചെയ്യുന്നതായ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരിലേക്ക് ഒഴുകുകയും കർത്താവേ അവരുടെ ബന്ധനങ്ങൾ തകരപ്പെടുകയും ചെയ്യണമേ. ക്ഷമിക്കാൻ കഴിയാത്തതായ അവസ്ഥകൾ മാറണമേ. അവരുടെ മനസ്സ് കല്ലുപോലുള്ളതാണെങ്കിൽ അത് മെഴുകുപോലെ ഉരുകുവാനിടയാകട്ടെ. അവരുടെ മനസ്സ് കർത്താവേ പശ്ചാത്താപം കൊണ്ട് നിറയട്ടെ. അയ്യോ, ഞാൻ ഈ മനുഷ്യനോട് ക്ഷമിക്കാതെ ഇത്രയും വർഷങ്ങൾ നിന്നല്ലോ. കർത്താവേ, അത് ഹൃദയത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഈ രാത്രിയിൽ അവർക്ക് ക്ഷമിക്കുവാൻ കൃപയുണ്ടാകണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞാൻ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്ഷമയെ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ക്ഷമയെ കൊടുക്കുന്ന പരിശുദ്ധാത്മാവിനെ നിന്റെ മക്കളുടെ മേൽ സ്വതന്ത്രമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ ക്ഷമയം നിന്റെ മക്കളുടെ ജീവിതത്തിൽ സ്വതന്ത്രമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ക്ഷമിക്കുവാൻ തടസ്സമാകുന്ന നിലയിലുള്ള അവരുടെ മനസ്സിന്റെ വേദനകൾ മാറട്ടെ, മനസ്സിന്റെ നൊമ്പരങ്ങൾ മാറട്ടെ. അവിടേക്ക് ദൈവത്തിന്റെ സ്നേഹം പകരപ്പെടട്ടെ. ദൈവത്തിന്റെ ആശ്വാസം അവരുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയട്ടെ. കർത്താവേ, ആ വ്യക്തിയെ കുറിച്ചും വ്യക്തികളെ കുറിച്ചും ഒരു സ്നേഹം അവരുടെ ഹൃദയത്തിനകത്ത് ഉണ്ടായി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവ സ്നേഹം കടന്നു വരട്ടെ. എല്ലാം പൊറുക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സ്നേഹം, ക്രൂശിൽ ചൊരിയപ്പെട്ട ദൈവീയ സ്നേഹം ഓരോ വ്യക്തിയുടെ ഹൃദയത്തിനകത്തേക്ക് വ്യാപരിക്കട്ടെ. കർത്താവേ, ക്ഷമ റിലീസ് ചെയ്യുവാൻ കൃപ കൊടുക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കണം. എപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യം വരുന്നില്ല, ആ വ്യക്തിയെക്കുറിച്ചുള്ള പ്രയാസം എന്റെ മനസ്സിൽ നിന്ന് അശേഷമായി മാറി എന്ന് ബോധ്യം വരുന്നത് വരെ വായ്കൊണ്ട് പറയണം, കർത്താവെ ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു, കർത്താവെ ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു. ക്ഷമിക്കുക എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്, അത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്.
ദൈവത്തിന് സ്തോത്രം. കർത്താവെ, ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു. നമ്മൾ കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് മലർത്തിക്കൊണ്ട് നമുക്ക് പറയാമോ? സ്തോത്രം. ആരോടും വിദ്വേഷം ഇനി എനിക്കില്ല. ദൈവത്തിന് സ്തോത്രം. വാക്ക് തന്നു മാറിയവർ കൈവിട്ടവരുമല്ല, വഞ്ചിച്ചവർ ദോഷം ചെയ്യുവാൻ കൂട്ടുനിന്നവരുമല്ല, വീട്ടുകാരും എൻ കൂട്ടുകാരും ഇനി ആരും എൻ ശത്രുവല്ല. പൂർണ്ണ ഹൃദയത്തോടെ എല്ലാവരോടും ക്ഷമിക്കുന്ന ഹല്ലേലൂയ. പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ ക്ഷമ റിലീസ് ചെയ്തുകൊണ്ട് ഈ പാട്ടിന്റെ അടികൾ പാടുക. അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സന്ദർശിക്കാം. അവൻ നിങ്ങളെ സൗഖ്യമാക്കാം. അവൻ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും സൗഖ്യം കൽപ്പിക്കാം. ഇന്ന് രാത്രി വിടുതൽ അനുഭവിച്ച സന്തോഷത്തോടെ കടന്നു പോകുവാൻ ദൈവം സഹായിക്കാം. വാക്കു തന്ന് മാറിയവ കണ്ണുകളടയ്ക്കുക. ദോഷം ചെയ്യുവാൻ കൂട്ടുനിന്നോരുമല്ല, വാക്കുതന്നു മാറിയവർ കൈവിട്ടവരുമല്ല, വഞ്ചിച്ചവർ ദോഷം ചെയ്യുവാൻ കൂട്ടുനിന്നോരുമല്ല, വീട്ടുകാരുമെൻ കൂട്ടുകാർ ഇനിയാരും എൻ ശത്രുവല്ല. ഹൃദയമോടെ എല്ലാവരോടും ക്ഷമിക്കുന്നു, ആരോടും വിദ്വേഷം ഇനി ഹൃദയത്തിലില്ല. യേശു ചെയ്ത പോലെ ഞാനും എല്ലാവരോടും ക്ഷമിക്കുന്നു, ആരോടും വിദ്വേഷമിനി ഹൃദയത്തിൽ ഇല്ല. യേശു ചെയ്ത പോലെ ഞാനും എല്ലാവരോടും ക്ഷമിക്കുന്നു, ആഴത്തിലേറ്റ പീഡകൾ അപവാദങ്ങൾ നിന്നകളും യേശുവിൻ തിരുരക്തത്തിൻ ശക്തിയാൽ ക്ഷമിക്കുന്നു. ആത്മാവിൽ സൗഖ്യം പ്രാപിക്കാൻ യേശു ചൊല്ലുന്നു, ക്ഷമിച്ചിടാം. പൂർണ്ണ ഹൃദയത്തോടെ എല്ലാവരോടും ക്ഷമിക്കുന്നു. നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞവർ, ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ചവർ, പറഞ്ഞു പരുത്തിയവർ, ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന ക്രൂരമായ വാക്കുകളാൽ പീഡിപ്പിച്ചവർ, അനാവശ്യ കാരണത്തിന് വെറുതെ നിങ്ങളെ ശാസിച്ച് നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചവർ, നിങ്ങൾ ചെയ്യാത്ത കുറ്റം നിങ്ങളുടെ മേൽ കെട്ടിവെച്ച് നിങ്ങളെ കുറ്റവാളിയായി ചിത്രീകരിച്ചവർ, നിങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ തട്ടിപ്പറിച്ചവർ, അപ്പന്റെയോ അമ്മയുടെയോ വാത്സല്യം വേണ്ടതുപോലെ അനുഭവിക്കാൻ കഴിയാഞ്ഞ് അവരുടെ സാന്നിധ്യത്തിന് വേണ്ടി, നല്ലൊരു വാക്കിന് വേണ്ടി, സ്നേഹമുള്ളൊരു വാക്കിന് വേണ്ടി കൊതിച്ചിട്ടും ലഭിക്കാതെ വന്നവർ, വസ്തു ഭാഗം ചെയ്തപ്പോൾ നിങ്ങളെ അവഗണിച്ചുവോ,
ഏതെങ്കിലും ഒരു കുറവ് നിമിത്തമായി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയോ, തടയപ്പെട്ടു പോയോ, സഹോദരങ്ങൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞുപോയോ, ഭൗതികമായ ലാഭത്തിന് വേണ്ടി നിങ്ങളെ ഒറ്റിക്കൊടുത്ത് കളഞ്ഞുവോ, ആരെങ്കിലും ചതിച്ചോ, വാക്ക് തന്നിട്ട് വാക്ക് പാലിക്കാതെ പോയോ, അപമര്യാദയായി നിങ്ങളോട് ഇടപെട്ടുവോ, നിങ്ങളെ തെറ്റ് ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചുവോ, നിങ്ങളുടെ ഹൃദയത്തിന് മുറിവേൽക്കത്തക്ക നിലയിൽ, തെറ്റായ നിലയിൽ ആരെങ്കിലും നിങ്ങളോട് ഇടപെട്ടുവോ? വിവാഹനാളിൽ വലിയ പ്രതീക്ഷയോടുകൂടെ ഭർത്തൃഗൃഹത്തിലേക്ക് ചെന്നിട്ട് എല്ലാ പ്രതീക്ഷകളും തകർന്നു പോയോ? അവിടെ നിനക്ക് പോയി സഹിക്കേണ്ടി വന്നോ? നിന്ന് സഹിക്കേണ്ടി വന്നോ? നിന്നെ ഒറ്റപ്പെടുത്തതായിട്ട് തോന്നിയോ? നിന്റെ ഭർത്താവ് പോലും നിന്നെ അവഗണിച്ചെന്ന് വേദന നിനക്ക് തോന്നിയോ? നിന്റെ ഹൃദയത്തിൽ നീ സൂക്ഷിച്ചുവോ, എന്റെ ഭർത്താവ് പോലും എന്നെ സ്നേഹിക്കുന്നില്ല? ഭർത്താവേ, നിന്റെ ഭാര്യയെക്കുറിച്ച് നിനക്ക് വേദന തോന്നിയോ? അവിടെ സംസാരം, സ്വഭാവ രീതി, ഇടപെടലുകൾ നിന്നെ വേദനിപ്പിച്ചോ? നിന്റെ ഹൃദയത്തെ മുറിച്ചോ? നിങ്ങളുടെ മക്കളുടെ സംസാരം നിങ്ങളെ മുറിപ്പെടുത്തിയോ? നിങ്ങൾ പറഞ്ഞതിനെ ധിക്കരിച്ചു അവർ പോയപ്പോൾ, അവർ എതിരിൽ നിന്ന് സംസാരിച്ചപ്പോൾ നിങ്ങളുടെ ഹൃദയം വേദനിച്ചു പോയോ? ഇന്ന് രാത്രിയിൽ എവിടെയാണ് നൊമ്പരങ്ങൾ ഉണ്ടായത്, വേദനകൾ ഉണ്ടായത്? നിന്റെ ഓഫീസിൽ നിനക്കെതിരെ ശത്രുക്കൾ ഉണ്ടായോ? നിന്റെ മേൽ ജോലിയുടെ ഭാരം കെട്ടിവെച്ച ആളുകൾ കൈയൊഴിഞ്ഞോ? അവർ ചെയ്ത തെറ്റ് നിന്റെ മേൽ അവർ പറഞ്ഞുവോ? നിന്നെ പ്രതിക്കൂട്ടിലാക്കിയോ? നിന്റെ പ്രൊമോഷൻ അവർ തടഞ്ഞു കളഞ്ഞുവോ? ന്യായമായി ലഭിക്കേണ്ടതായ അർഹത, ന്യായങ്ങൾ ലഭിക്കുവാൻ കഴിയാതെ പോയോ? ഇന്ന് രാത്രി എവിടെയെല്ലാമാണ് മുറിവുകളുള്ളത്, എല്ലാവരോടും ക്ഷമിക്കുവാൻ ദൈവത്തിന് കൃപ പ്രാപിക്കാം. പിതാവേ, ഇവരറിയാതെ ചെയ്തത് കൊണ്ട് നീ ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എല്ലാവരും നാവനക്ക് പറഞ്ഞേ, പിതാവേ, അവരറിയാതെ ചെയ്തു, അവരോട് ക്ഷമിക്കണേ, അവരോട് ക്ഷമിക്കണേ പിതാവേ, അവരോട് ക്ഷമിക്കണേ പിതാവേ, അവരോട് ക്ഷമിക്കണേ. ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു യേശുവേ, നിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാൽ ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു. ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു. എന്റെ ആഴത്തിലേറ്റതായ മുറിവുകൾ അപ്പാ നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ കർത്താവേ. ഇപ്പോൾ ആരെല്ലാം ക്ഷമ റിലീസ് ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ, അവരിലേക്ക് ആന്തരികമായ സൗഖ്യം തിരുമേനി പകരണമേ. അവരുടെ മുറിവുകളെ അവിടുന്ന് കെട്ടുമാറാകണമേ. അവരുടെ നൊമ്പരങ്ങളെ നീ മാറ്റുമാറാകണമേ. അവരുടെ നിന്ദകളെ മാറ്റുമാറാകണമേ. യേശുവേ, നീ നിന്ന് സഹിച്ചു, അപമാനം സഹിച്ചു, നീ മരിച്ചുവെങ്കിലോ നീ പിശാചിന്റെ തലയെ തകർത്ത് മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റതുപോലെ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അവരുടെ ദുഃഖങ്ങളിൽ നിന്ന്, അവരുടെ നിന്ദകളിൽ നിന്ന്, അവരുടെ അപമാനത്തിൽ നിന്ന്, അവരുടെ നഷ്ടങ്ങളിൽ നിന്ന്, കർത്താവേ, അവരുടെ വേദനയിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ ഈ ഓരോ നിന്റെ മക്കൾക്കും ഉണ്ടാകട്ടെ. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി അവരുടെ ശരീരാത്മദേഹങ്ങളിലേക്ക് അത് പകരുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഉടയട്ടെ. എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ ഉടയട്ടെ. മനസ്സിന്റെ ഭാരങ്ങൾ മാറട്ടെ. മനസ്സിന്റെ മുറിവുകൾ കെട്ടപ്പെടട്ടെ. മനസ്സിനകത്ത് സന്തോഷം നിറയട്ടെ. മനസ്സിൽ സമാധാനം നിറയട്ടെ. ഭവനത്തിലുള്ള ബന്ധനങ്ങൾ ഉടഞ്ഞു പോകട്ടെ. എല്ലാ ശാപങ്ങളും മാറിപ്പോകട്ടെ. അനുഗ്രഹത്തിന്റെ തടസ്സങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ മാറട്ടെ.
അവരുടെ ശരീരത്തിന് മേലുള്ള ശത്രുവിന്റെ പീഡനങ്ങൾ മാറട്ടെ, രോഗത്തിന്റെ ശക്തികൾ മാറട്ടെ, രോഗത്തിന്റെ ആത്മാവ് വിട്ടുപോകട്ടെ, എല്ലാ രോഗശക്തികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അവരുടെ ഭവനങ്ങളിൽ അനുഗ്രഹത്തിന്റെ നീർച്ചാലുകൾ ഉയരട്ടെ, ഉണരട്ടെ. അനുഗ്രഹത്തിന്റെ നീർച്ചാലുകൾ കർത്താവേ അവരുടെ ഭവനത്തിൽ ഒഴുകട്ടെ. അവരുടെ കുഞ്ഞുങ്ങളിലേക്ക് അനുഗ്രഹത്തിന്റെ നീർച്ചാലുകൾ ഒഴുകട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. എല്ലാ ശാപത്തിന്റെ കെട്ടുകളും മാറട്ടെ. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. അബ്രഹാമിന്റെ അനുഗ്രഹം ഓ യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളുടെ മേൽ വരട്ടെ, അവരുടെ കുടുംബത്തിന് മേൽ വരട്ടെ, അവരുടെ തലമുറകളുടെ മേൽ വരട്ടെ. മാനസിക പിരിമുറുക്കങ്ങൾ മാറട്ടെ, എല്ലാ ടെൻഷനും മാറട്ടെ. ടെൻഷൻ നിമിത്തമായിട്ടുള്ള സകല രോഗങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറട്ടെ. ബ്ലഡ് പ്രഷർ മാറട്ടെ, ഡയബറ്റിക് മാറട്ടെ, താവേ സന്ധി വേദനകൾ മാറട്ടെ, ഉദര രോഗങ്ങൾ മാറട്ടെ. യേശുവിന്റെ രക്തത്തിലാ ജയം, യേശുവിന്റെ രക്തത്തിലാ ജയം, യേശുവിന്റെ രക്തത്തിലാ ജയം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ ഓരോ വ്യക്തിയും വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവേ, ഇന്ന് വലക്കാലത്തിന്റെ മക്കളെ നീ തോട്ടിരിക്കുന്നതിനാ നന്ദി കർത്താവേ. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിഞ്ഞവരായി, സ്വതന്ത്രരായി, ആത്മാവിന്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് സന്തോഷത്താൽ നിറയപ്പെട്ടവരായി, ക്ഷമിക്കുന്നതിലുള്ള സന്തോഷം പങ്കിട്ടുകൊണ്ട് ആനന്ദ തൈലത്താൽ അഭിഷക്തരായി നിന്റെ ദാസരെ പോകട്ടെ കർത്താവേ. നിന്റെ മക്കൾ ഇവിടുന്ന് മടങ്ങി പോകട്ടെ. കർത്താവേ, നിന്റെ മക്കളെ നീ ഓരോരുത്തരെ തൊട്ടിരിക്കുന്നതുകൊണ്ട് നന്ദി, വിടുവിച്ചിരിക്കുന്നതുകൊണ്ട് നന്ദി, സൗഖ്യമാക്കിയിരിക്കുന്നതുകൊണ്ട് നന്ദി, സമാധാനം പകർന്നിരിക്കുന്നതിനാ നന്ദി, കുടുംബങ്ങളെ സ്പർശിച്ചിരിക്കുന്നതിനാ നന്ദി, അവരുടെ ജോലിയെ അനുഗ്രഹിക്കുന്നതിനാൽ, അവരുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നതിനാൽ, അവരുടെ സമ്പത്തിനെ അനുഗ്രഹിക്കുന്നതിനാൽ, അവരുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേൻ.